Alhamdulillah. Alhamdulillah Rabbil Alameen. Wassalatu wassalamu ala Rasulillah wa ala alihi wa sahbihi ajma'in. Amma ba'd. Rabbi shrah li sadri wa yassir li amri wahlul 'uqdatam min lisani yafqahu qawli. ബിസ്മില്ലാ. നമ്മള് നരകത്തിനെ കുറിച്ച് 2-3 ക്ലാസ്സുകളിലായിട്ട് പറഞ്ഞു അല്ലെ. അപ്പൊ ഇനി ഇൻഷാ അല്ലാഹ് നമുക്കിനി ശിക്ഷകളുടെ ഏറ്റക്കുറിച്ചുകൾ അല്ലെ. പലരും പല രീതിയിലായിരിക്കും അല്ലെ ശിക്ഷ അവിടെ അനുഭവിക്കാം. സ്വർഗത്തിൽ നമുക്കറിയാം കർമ്മം ചെയ്തതിനനുസരിച്ച് അല്ലെ, നന്മയുടെ ആ ഒരു ആധിക്യം അനുസരിച്ച് അവർക്ക് അതിനനുസരിച്ചുള്ള പ്രതിഫലം ഉണ്ടാവും അല്ലെ, അതിനനുസരിച്ചുള്ള ഉയർന്ന പദവികൾ ഉണ്ടാവും. അതുപോലെ തന്നെ ശിക്ഷയുടെ കാഠിന്യം അനുസരിച്ച് അല്ലെ, ശിക്ഷയുടെ ഏറ്റക്കുറച്ചിൽ അനുസരിച്ച് അവിടെയും പല വിധം ശിക്ഷകൾ നമുക്ക് കാണാം. അപ്പൊ അവിടെ നരക ശിക്ഷയുടെ ഏറ്റക്കുറിച്ച്, നരകത്തിൽ പ്രവേശിക്കുന്നവരെല്ലാം ഒരേ ശിക്ഷ അനുഭവിക്കുന്നവരല്ല. നരകത്തിന്റെ തട്ടുകൾ അടിയിലേക്ക് വ്യത്യസ്തമാണെന്ന പോലെ അവയിലുള്ളവരുടെ ശിക്ഷയും വ്യത്യസ്തമാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇന്ന മിൻഹും മൻ തഖുദുഹു നാറു ഇലാ ഖഅബൈഹി. നരകവാസികളിൽ തീ തന്റെ ഞെരിയാണി വരെ പിടികൂടുന്നവരുണ്ടാവും അല്ലെ. അതായത് വളരെ കുറഞ്ഞ കുറ്റം ചെയ്തവര് അല്ലെ, അപ്പൊ അവര് ഞെരിയാണി വരെ തീ കത്തും. പിന്നെ വമിൻഹും മൻ തഖുദുഹു നാറു ഇലാ റുക്ബതൈഹി. അവരിൽ തന്റെ ഇരു കാൽ മുട്ടുകൾ വരെ അല്ലെ, കാൽ മുട്ടുകൾ വരെ തീ പിടികൂടുന്നവരുണ്ടാകും. ഇനിയോ വമിൻഹും മൻ തഖുദുഹു നാറു ഇലാ ഹുജസതിഹി. അതായത് അവരിൽ തന്റെ അര വരെ തീ പിടികൂടുന്നവരുണ്ടാവും. വമിൻഹും മൻ തഖുദുഹു നാറു ഇലാ തർഖുവതിഹി. അവരിൽ തന്റെ തൊണ്ടക്കുഴി വരെ തീ പിടികൂടുന്നവരുണ്ടാവും. അപ്പം ഞെരിയാണി മുതൽ മേലോട്ട് അല്ലെ ആ തീ ആളിപ്പടരും. അത് അവർ ചെയ്ത തെറ്റിന്റെ ആധിക്യം അനുസരിച്ച് അല്ലെ. അപ്പം ഞെരിയാണി, പിന്നെ അത് കഴിഞ്ഞിട്ട് കാൽമുട്ടുകൾ വരെ തീ പിടികൂടുന്നവരുണ്ടാകും, അര വരെ തീ പിടികൂടും, പിന്നെ തൊണ്ടക്കുഴി വരെ തീ പിടികൂടുന്നവരുണ്ടാകും. തുടർന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തീർച്ചയായും അന്ത്യനാളിൽ നരകവാസികളിൽ ഏറ്റവും നിസാരമായ ശിക്ഷ അർഹിക്കുന്ന ഒരു വ്യക്തി അയാളുടെ കാൽപാദങ്ങൾക്കിടയിൽ ഒരു തീക്കനൽ വെക്കും. അടിയിൽ കാൽപാദങ്ങൾക്കടിയിൽ ഒരു തീക്കനൽ വെക്കും. ആ തീക്കനൽ കാരണത്താൽ അയാളുടെ തലച്ചോർ തിളച്ചു മറിയും. അപ്പം ഏറ്റവും നിസ്സാരമായിട്ടുള്ള തെറ്റ് ചെയ്ത അല്ലെങ്കിൽ അവിടെ ശിക്ഷ അനുഭവിക്കുന്ന രീതിയാണ് അല്ലെ, കാലിന്റെ അടിയില് തീക്കനൽ വെച്ചിട്ട് ആ തീക്കനൽ കാരണത്താൽ അയാളുടെ തലച്ചോറ് തിളച്ചു മറിയും. അതുപോലെ ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസില് പിന്നെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, തീർച്ചയായും അന്ത്യനാളിൽ നരകവാസികളിൽ ഏറ്റവും നിസ്സാരമായ ശിക്ഷ അർഹിക്കുന്ന ഒരു വ്യക്തി അയാളുടെ ഇരു കാൽപാദങ്ങൾക്കടിയിൽ 2 തീക്കനലുകൾ ഉണ്ടാകും. അത് രണ്ടും കാരണത്താൽ അയാളുടെ തലച്ചോർ തിളച്ചു മറിയും. ചീനച്ചട്ടിയും ചെമ്പുകലവും തിളയ്ക്കുന്ന പോലെ. ചീനച്ചട്ടിയും ചെമ്പുകലവും നമുക്കറിയാം അത് തിളയ്ക്കുമ്പോൾ ഉള്ളത്. അപ്പൊ അതുപോലെ അടിയിലായിരിക്കും തീക്കനലെങ്കിലും അതിന്റെ ഇതിലെ തലച്ചോറാണ് ഇളകി മറിയുന്നത്. അതുപോലെ തന്നെ പറയുന്നുണ്ട്, തീർച്ചയായും അന്ത്യനാളിൽ നരകവാസികളിൽ ഏറ്റവും നിസ്സാരമായ ശിക്ഷ അർഹിക്കുന്ന വ്യക്തി തീ കൊണ്ടുള്ള 2 ചെരുപ്പുകൾ അല്ലെ, ചെരുപ്പിൻ വള്ളികൾ. അപ്പൊ ഇവിടെ തീക്കനലാണെങ്കിൽ ഇവിടെ പറയുന്നത് ചെരുപ്പുകളും അതേപോലെ ചെരുപ്പിൻ വള്ളികളും ഉണ്ടാവും എന്നാ പറയുന്നത്, തീ കൊണ്ടുള്ള. അത് രണ്ടും കാരണത്താലും അയാളുടെ തലച്ചോറ് തിളച്ചു മറിയും. ചീനച്ചട്ടി തിളയ്ക്കുന്ന പോലെ അയാൾ തന്നേക്കാൾ കഠിന ശിക്ഷയുള്ളവർ ആരും ഉണ്ടാവില്ലെന്ന് വിചാരിക്കും, എന്നാൽ അയാളാകുന്നു ഏറ്റവും എളിയ ശിക്ഷയുള്ളവൻ അല്ലെ. അത് മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസ് ആണ് കേട്ടോ. അവര് ആ ശിക്ഷ അനുഭവിക്കുന്ന വ്യക്തി അല്ലെ, അവരായിരിക്കും ഏറ്റവും കഠിനമായ ശിക്ഷ അനുഭവിക്കുന്നത് താനാണെന്ന്. അപ്പൊ നമുക്കറിയാം നരകത്തിൽ ഒരു ഇളവ് പോലും ഉണ്ടാവില്ല അല്ലെ. ഏറ്റവും നിസ്സാരമായിട്ടുള്ള ശിക്ഷ പോലും നമുക്ക് ഒരാൾക്കും സഹിക്കാൻ പറ്റാത്തതാണ് അല്ലെ. പിന്നെ
അതിന്റെ നേരിയ കാറ്റ് പോലും നമുക്ക് അനുഭവിക്കാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. അത് നരകത്തിന് പുറത്ത് നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ച് പറയുന്നുണ്ട്. അതിൽ നിന്ന് വരുന്ന ഒരു നേരിയ കാറ്റ് പോലും നമുക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റൂല. അപ്പം ഏറ്റവും ചെറിയ ശിക്ഷ അനുഭവിക്കുന്നത് പോലും നമുക്ക് ഏറ്റവും കഠിനമായിരിക്കും അല്ലെ. തീർച്ചയായും നരകവാസികളിൽ ഏറ്റവും താഴ്ന്ന ശിക്ഷ അർഹിക്കുന്ന വ്യക്തി തീ കൊണ്ടുള്ള 2 ചെരുപ്പുകൾ ധരിക്കും. തന്റെ ചെരുപ്പുകൾ കാരണത്താൽ അയാളെ തലച്ചോർ തിളച്ചുമറിയും. ഇനി നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യനായിട്ടുള്ള അബൂ ത്വാലിബിന്റെ കുറിച്ച് അല്ലെ. അദ്ദേഹം ഇസ്ലാമിലേക്ക് വന്നില്ല അല്ലെ, ഇസ്ലാം മതം സ്വീകരിച്ചില്ല. അവസാന നിമിഷം വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിനോട് പറഞ്ഞിരുന്നു അല്ലെ, ഒന്ന് കലിമ ചെല്ലാൻ. പക്ഷെ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അങ്ങേയറ്റം കരുണയുള്ളവനായിരുന്നു. അദ്ദേഹത്തിന് കൂടെ നിന്നു അല്ലെ. പക്ഷെ അവസാന നിമിഷത്തിൽ പോലും അദ്ദേഹം എന്ത് ചെയ്തു, കലിമ ചൊല്ലിയില്ല അല്ലെ. അങ്ങനെ ഷിർക്കിലായിക്കൊണ്ടാണ് അദ്ദേഹം മരണപ്പെടുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ അവസ്ഥയെ കുറിച്ചിട്ട് സഹാബിമാര് ചോദിക്കുന്നുണ്ട്, താങ്കളുടെ പിതൃവ്യനായിട്ടുള്ള അബൂ താലിബിന് ഒരു ശിക്ഷയിൽ ഒരു ഇളവും ഇല്ലേ, ഒന്നും ചെയ്യാൻ പറ്റിയില്ലേ താങ്കൾക്ക് എന്ന്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഒരു പക്ഷേ എന്റെ ശുപാർശ അദ്ദേഹത്തിന് ഉപകരിച്ചേക്കും. അപ്പോൾ അയാൾ നരകത്തിൽ തന്റെ ഞെരിയാണി വരെ തീ എത്തും വരെ ആഴം കുറഞ്ഞ ഒരു സ്ഥലത്ത് ആക്കപ്പെടുന്നതാണ്. അതിൽ അയാളുടെ തലച്ചോർ തിളച്ചു മറിയും. അപ്പൊ അല്ലെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശുപാർശ കൊണ്ട് നരകത്തിലെ ഏറ്റവും ആഴം കുറഞ്ഞ ഭാഗത്തായിരിക്കും ആരുണ്ടാവുക, അബൂ ത്വാലിബ് അല്ലെ ഉണ്ടാവുക. അപ്പം അതുപോലെ ഒരു ആശ്വാസമല്ല അല്ലെ, പക്ഷെ ആ ഒരു ശുപാർശ കാരണം ഏറ്റവും ആഴം കുറഞ്ഞ സ്ഥലത്ത് എത്തപ്പെടുന്നതാണ് പറയുന്നത്. എന്നാലും ലക്ഷ്യമില്ല. ഇമാം ഇബ്നു റജബുൽ ഹംബലി റഹ്മത്തുള്ളാഹ് പറയുന്നു, താങ്കൾ അറിയണം, നിശ്ചയം നരകവാസികളുടെ ശിക്ഷയിൽ ഏറ്റക്കുറച്ചിൽ ഉണ്ടാകുന്നത് അവർ നരകത്തിൽ പ്രവേശിക്കുവാൻ കാരണമായ കർമ്മങ്ങളുടെ ഏറ്റക്കുറച്ചിലുകളാണ് അല്ലെ. തിന്മ ചെയ്യുന്നതിന്റെ വ്യത്യസ്തമായിട്ടുള്ള തിന്മകളായിരിക്കും ഓരോരുത്തർ ചെയ്യുക, അതിനനുസരിച്ച് അവർക്ക് ശിക്ഷ ലഭിക്കുക അല്ലെ. ഇനി ശിക്ഷാമുറകളിലെ വൈവിധ്യങ്ങൾ നോക്കാം. തൊലികൾ വേവിക്കൽ. നരകവാസികളുടെ തൊലികൾ വെന്തുരുകുകയും അല്ലാഹു സുബ്ഹാനഹു വ തആല പകരം പുതിയ തൊലികളെ നൽകുന്നതുമാണ്. വീണ്ടും അത് ഉരുകിയാൽ പുതുതായിട്ട് പകരം നൽകും. നമുക്കറിയാം അല്ലെ, നമുക്ക് സെൻസേഷൻ അല്ലെങ്കിൽ വേദന അറിയുന്നത് തൊലിപ്പുറത്താണ്. അപ്പൊ അവിടെ തൊലി പോയി കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും പുതിയ പുതിയ തൊലികൾ വന്നുകൊണ്ടേയിരിക്കും അല്ലെ. അപ്പൊ അത് എന്തുകൊണ്ടാണ്? അതിന് ഒരൊറ്റ കാരണേ ഉള്ളൂ അല്ലെ, ലിയസൂഖുൽ അദാബ്, അവർ ശിക്ഷ ആസ്വദിച്ചു കൊണ്ടിരിക്കാൻ. സൂറത്ത് നിസായില് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് 56-ാമത്തെ ആയത്തില്, തീർച്ചയായും നമ്മുടെ തെളിവുകൾ നിഷേധിച്ചവരെ നാം നരകത്തിലിട്ട് കരിക്കുന്നതാണ്. അവരുടെ തൊലികൾ വെന്തു പോകുമ്പോഴെല്ലാം അവർക്ക് നാം വേറെ തൊലികൾ മാറ്റി കൊടുക്കുന്നതാണ്, അവർ ശിക്ഷ ആസ്വദിച്ചുകൊണ്ടിരിക്കുവാൻ വേണ്ടി. തീർച്ചയായും അള്ളാഹു പ്രതാപവാനും യുക്തിമാനുമാകുന്നു. അപ്പൊ ആ ഒരു കാര്യം നമുക്കറിയാം അല്ലെ, തൊലികള് വെന്തുരുകും തോറും പുതിയ പുതിയ തൊലികൾ അവിടെ വന്നുകൊണ്ടേയിരിക്കും. ഇനി സൊഹ്റ അഥവാ ഉരുക്കൽ. നരകവാസികളുടെ തലയ്ക്ക് മുകളിൽ അതികഠിനമായ ചൂടുള്ള വെള്ളമൊഴുക്കി വയറ്റിലുള്ളതെല്ലാം ഉരുക്കുന്ന നരകത്തിലെ ശിക്ഷാരീതിയാണ് സൊഹർ അല്ലെ. ഹമീം എന്നുള്ള വെള്ളം നമുക്കറിയാം അല്ലെ, അത് ചുട്ട് തിളച്ചു മറിയുന്ന ഒരു പാനീയമാണ്. അത് തലയ്ക്ക് മുകളിലൂടെ ഒഴിക്കുന്ന സമയത്ത് വയറ്റിലുള്ളതെല്ലാം ഉരുക്കുന്ന അല്ലെ, അത് കാരണം വയറ്റിലുള്ളതെല്ലാം എന്താ ഉരുകിപ്പോകും. അതാണ് സൊഹർ എന്നുള്ള ശിക്ഷാരീതി. എന്നാൽ അവിശ്വസിച്ചവരാരോ അവർക്ക് അഗ്നി കൊണ്ടുള്ള വസ്ത്രങ്ങൾ മുറിച്ചു കൊടുക്കപ്പെടുന്നതാണ്. അവരുടെ തലയ്ക്ക് മീതെ തിളയ്ക്കുന്ന വെള്ളം ചൊരിയപ്പെടുന്നതാണ്. അത് നിമിത്തം അവരുടെ വയറുകളിലുള്ളതും തൊലികളും ഉരുക്കപ്പെടും. പിന്നെ നിശ്ചയം അവരുടെ തലയ്ക്ക് മീതെ തിളയ്ക്കുന്ന വെള്ളം ചൊരിയപ്പെടുന്നതാണ്. ഹമീം നരകവാസിയുടെ ഉള്ളിൽ പ്രവേശിക്കുകയും അത് അവന്റെ ഉള്ളിലുള്ളത് ഉരുക്കുകയും കാൽപാദങ്ങളിലൂടെ പുറത്തേക്ക് തെറിപ്പിക്കുകയും ചെയ്യും. ഇതാണ് സുഹർ. പിന്നീട് അവൻ പൂർവ്വസ്ഥിതിയിലേക്ക് മടക്കപ്പെടും അല്ലെ. അപ്പം എല്ലാ ശിക്ഷയും അവിടെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ ഇതെന്താ ചെയ്യണത്? ഇത് വയറിലുള്ളതെല്ലാം ഉരുക്കിയിട്ട് അടിയിലൂടെ അത് പുറത്തേക്ക് പോകുന്ന പറയണത്. എന്നിട്ട് വീണ്ടും എന്താ, പഴയ
സ്ഥിതിയിലേക്ക് മടക്കപ്പെടും അല്ലെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരത്തിലുള്ള ശിക്ഷകളിൽ നിന്നെല്ലാം നമ്മെ എല്ലാവരും കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. പിന്നെ അടുത്തൊരു ശിക്ഷാ രീതിയാണ് മുഖം കരിക്കൽ, ലഫ്ഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ആര് തിന്മയും കൊണ്ട് വന്നുവോ അവൻ നരകത്തിൽ മുഖം കുത്തി വീഴ്ത്തപ്പെടുന്നതാണ്. നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതിനല്ലാതെ നിങ്ങൾക്ക് പ്രതിഫലം നൽകപ്പെടുമോ? അല്ലെ, നമ്മൾ കേട്ടിട്ടുണ്ട് മുഖം കുത്തി വീഴുക അല്ലെ, അല്ലെങ്കിൽ മുഖം കുത്തി നിലത്ത് അങ്ങനെ കൊണ്ടുവരുന്നത്. അപ്പൊ അതാണ് ലഫ്ഹ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ശിക്ഷാരീതി. ആ അവിശ്വാസികൾ അവർക്ക് തങ്ങളുടെ മുഖങ്ങളിൽ നിന്നും മുതുകുകളിൽ നിന്നും നരകാഗ്നിയെ തടുക്കാനാവാത്ത, അവർക്കൊരു സഹായം സിദ്ധിക്കാത്ത ഒരു സന്ദർഭത്തെ പറ്റി മനസ്സിലാക്കിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന്. അത് പരിശുദ്ധ ഖുർആനില് 21-ാമത്തെ സൂറത്തില് 39-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്. അതുപോലെ നരകാഗ്നി അവരുടെ മുഖങ്ങളെ കരിച്ചു കളയും, അവരതിൽ പല്ലിളിച്ചവരായിരിക്കും. അങ്ങനെയും പരിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. 23-ാമത്തെ സൂറത്ത് ഹജ്ജ് കഴിഞ്ഞിട്ടുള്ള സൂറത്താണ്. അപ്പൊ അവിടെ തൽഫഹു വുജൂഹഹും നാറു വഹും ഫീഹാ കാലിഹു എന്ന് പറയുന്നത്, അതായത് നരകാഗ്നി അവരുടെ മുഖങ്ങളെ കരിച്ചു കളയും, അവരതിൽ പല്ലിളിച്ചവരായിക്കൊണ്ടിരിക്കുന്ന പറയണത്. അപ്പോഴൊക്കെ അവരില്ലേ ഞങ്ങൾ വിശ്വസിച്ചിരുന്നെങ്കിൽ എത്ര നന്നായേനെ അല്ലെ. നമ്മള് ഭൂമിയിലുള്ള സമയത്ത് നിഷേധിച്ചു, പരിഹസിച്ചു അല്ലെ. പരിശുദ്ധ ഖുർആനും അല്ലെങ്കിൽ സുന്നത്തുകളൊക്കെ പഴഞ്ചനാണെന്ന് പറഞ്ഞു അല്ലെ. പഴയ നൂറ്റാണ്ടിലെ കാര്യങ്ങളാണ് ഇപ്പോഴും ആളുകള് ചെയ്യുന്നത് അല്ലെ. അതിനൊരു മോചനം കിട്ടിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്ന ആളുകൾ, അപ്പൊ അവര് പറയും ഞങ്ങളും അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന്. അവരുടെ മുഖങ്ങൾ നരകത്തിൽ കീഴ്മേൽ മറിക്കപ്പെടുന്ന ദിവസം അവര് പറയും, അള്ളാഹുയും റസൂലിനെയും ഞങ്ങൾ അനുസരിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ എത്ര നന്നായി, ഞങ്ങളുടെ സ്ഥിതി അല്ലെ ഇങ്ങനെ ആവൂലേന്ന് അവരന്ന് ഖേദിക്കും. ആ ദിവസം കുറ്റവാളികളെ ചങ്ങലകളിൽ അന്യോന്യം ചേർത്ത് ബന്ധിക്കപ്പെട്ടതായിട്ട് നിനക്ക് കാണാം. അവരുടെ കുപ്പായങ്ങൾ കറുത്ത കാറ് കൊണ്ടുള്ളതായിരിക്കും. ടാറ് കൊണ്ടുള്ള കുപ്പായങ്ങളായിരിക്കും അവർക്ക് ഉണ്ടാവുക. അവരുടെ മുഖങ്ങളെ തീ പൊതിയുന്നതുമാണ്. അപ്പം ആദ്യം പറഞ്ഞു അല്ലെ, നമ്മുടെ തൊലികള് വെന്ത് കഴിഞ്ഞു പോയാൽ വീണ്ടും വീണ്ടും അവിടെ പുതിയ തൊലികള് വന്നുകൊണ്ടേയിരിക്കും. പിന്നെ പറയുന്നത് മുഖം കരിക്കും അല്ലെ, മുഖം കരിക്കുന്ന ഒരു ശിക്ഷാരീതി. പിന്നെ അടുത്തത് പറയുന്നത് വലിച്ചിഴക്കൽ, സഹബ് അല്ല അഥവാ വലിച്ചിഴക്കൽ. നരകവാസികൾ മുഖം നിലത്ത് ഉരുമുന്ന നിലയിൽ വലിച്ചിഴക്കപ്പെടുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, തീർച്ചയായും ആ കുറ്റവാളികൾ വഴിപിഴവിലും ബുദ്ധിശൂന്യതയിലുമായിരുന്നു. ഇന്നൽ മുജ്രിമീന ഫി വലാലിൻ വസുഅർ അല്ലെ. ആ കുറ്റവാളികൾ എങ്ങനെയായിരുന്നു? വഴിപിഴവിലായിരുന്നു അല്ലെ, വലാലത്തിലായിരുന്നു, അതേപോലെ ബുദ്ധിശൂന്യതയിലായിരുന്നു. മുഖം നിലത്ത് കുത്തിയ നിലയിൽ അവർ നരകാഗ്നിയിലൂടെ വലിച്ചിഴക്കപ്പെടുന്ന ദിവസം അവരോട് പറയപ്പെടും, നിങ്ങൾ നരകത്തിന്റെ സ്പർശനം അനുഭവിച്ചു കൊള്ളുക. മറ്റു ചിലപ്പോൾ കുറ്റവാളികൾ ചങ്ങലകളിലും കുരുക്കുകളിലും ബന്ധിക്കപ്പെടുകയും വലിച്ചിഴക്കപ്പെടുകയും ചെയ്യുന്നതാണ് അല്ലെ. അപ്പം വലിച്ചിഴച്ചുകൊണ്ട് കൊണ്ടുവരുന്ന ശിക്ഷാരീതിയും നരകത്തിലുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അതെ, അവരുടെ കഴുത്തുകളിൽ കുരുക്കുകളും ചങ്ങലകളുമായി അവർ ചുട്ടുതിളയ്ക്കുന്ന വെള്ളത്തിലൂടെ വലിച്ചിഴക്കപ്പെടുന്ന സന്ദർഭം, പിന്നീട് അവർ നരകാഗ്നിയിൽ എരിക്കപ്പെടുകയും ചെയ്യും. പിന്നെ അടുത്തതായിട്ട് പറയുന്നത് മുഖം കറുപ്പിക്കലാണ്. നമുക്കറിയാം നാളെ പരലോകത്ത് വെച്ചല്ലേ, പരലോക ജീവിതത്തില് പലരുടെയും മുഖം കറുത്തും പലരുടെയും മുഖം വെളുത്തും ഇരിക്കും അല്ലെ. അപ്പം വെളുത്തതായിട്ടുള്ള ആളുകള് ഉറപ്പായിട്ടും സത്യവിശ്വാസികളായിട്ടല്ലേ, സൽക്കർമ്മം ചെയ്ത് സുഹൃതവാന്മാരായിരിക്കും. അതേ സമയത്ത് പാപികളായിട്ടുള്ള ആളുകളുടെ മുഖം കറുത്തിരണ്ടിരിക്കും അല്ലെ. പരലോക ജീവിതമായാൽ പിന്നീട് പാപികളുടെ മുഖങ്ങൾ കറുത്തിരുണ്ടു പോകും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു സൂറത്ത് ആൽ ഇംറാൻ അല്ലെ, ചില മുഖങ്ങൾ വെളുക്കുകയും ചില മുഖങ്ങൾ കറുക്കുകയും ചെയ്യുന്ന ഒരു ദിവസത്തിൽ. എന്നാൽ മുഖങ്ങൾ കറുത്തു പോയവരോട് പറയപ്പെടും, വിശ്വാസം സ്വീകരിച്ചതിന് ശേഷം നിങ്ങൾ അവിശ്വസിക്കുകയാണോ ചെയ്തത്? എങ്കിൽ നിങ്ങൾ അവിശ്വാസം സ്വീകരിച്ചതിന്റെ ഫലമായി ശിക്ഷ അനുഭവിച്ചു കൊള്ളുക. അതുപോലെ
സൂറത്ത് യൂനുസിൽ പറയുന്നുണ്ട്, തിന്മകൾ പ്രവർത്തിച്ചവർക്കാകട്ടെ തിന്മയ്ക്കുള്ള പ്രതിഫലം അതിന് തുല്യമായത് തന്നെയായിരിക്കും. അപമാനം അവരെ ബാധിക്കുകയും ചെയ്യും. അള്ളാഹുവിൽ നിന്ന് അവരെ രക്ഷിക്കുന്ന ഒരാളുമില്ല. അപ്പൊ അവിടെ പറയുന്നത് ഇരുണ്ട രാവിന്റെ കഷ്ണങ്ങൾ കൊണ്ട് അവരുടെ മുഖങ്ങൾ പൊതിഞ്ഞതുപോലെ ആയിരിക്കും പറയണത്. അതായത് നമുക്കല്ലേ ഇരുണ്ട രാവിന്റെ കഷ്ണങ്ങൾ പോലെ, അതായത് കറുത്തിരുണ്ടിരിക്കും അവരുടെ മുഖങ്ങൾ. അവരാകുന്നു നരകാവകാശികൾ, അവരതിൽ നിത്യവാസികളായിരിക്കും എന്ന് സൂറത്ത് യൂനസിൽ 27-ാമത്തെ ആയത്തില് പറയുന്നുണ്ട്. അപ്പം മുഖം കറുപ്പിക്കുന്ന ഒരു ശിക്ഷാരീതിയെ കുറിച്ച് പറഞ്ഞു അല്ലെ. ഇനി തീനാളങ്ങൾ പൊതിയും, പാപങ്ങൾ മുങ്ങുകയും ജീവിതം പാപത്തിൽ മുഴുകി കഴിഞ്ഞ് ചെയ്തവരുടെ അള്ളാഹു തീ കൊണ്ട് പൊതിയുന്നതാണ്. നരകവാസികളുടെ വിരിപ്പും പുതപ്പും വരെ നരകത്തീ കൊണ്ടായിരിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, പിന്നെ സൂറത്ത് ബക്കറയിലെ 81-ാമത്തെ ആയത്തില്, അങ്ങനെയല്ല ആര് ദുഷ്കൃത്യം ചെയ്യുകയും പാപത്തിന്റെ വലയത്തിൽ പെടുകയും ചെയ്യുന്നുവോ അവരാകുന്നു നരകാവകാശികൾ, അവരതിൽ നിത്യവാസികളായിരിക്കും. അല്ലെ. ബല മൻ കസബ സയ്യിഅതൻ വഹതത് ബിഹി ഖതീഅതുഹു ഫഉലൈക അസ്ഹാബുന്നാർ ഹും ഫീഹാ ഖാലിദൂൻ. അല്ലെ. അപ്പൊ ആര് ദുഷ്കൃത്യം ചെയ്യുകയും പാപത്തിന്റെ വലയത്തിൽ പെടുകയും, അല്ലെ, പാപം തുടർച്ചയായിട്ട് പാപത്തിൽ മുഴുകി കഴിഞ്ഞവരുടെ അവസ്ഥയെ കുറിച്ചാണ് പറയുന്നത്. അവരെന്ത് ചെയ്യും? ആ ഒരു തീനാളങ്ങൾ അവരെ പൊതിയും, അല്ലെ. അവര് നരകത്തില് നിത്യവാസികളായിട്ട് കഴിയുകയും ചെയ്യും. അവർക്ക് നരകാഗ്നിയിലുള്ള മെത്തയും അവരുടെ മീതെ കൂടെ പുതപ്പുകളും ഉണ്ടായിരിക്കും. അപ്രകാരമാണ് നാം അക്രമികൾക്ക് പ്രതിഫലം നൽകുന്നത്, അല്ലെ. അത് അഗ്നി കൊണ്ടുള്ള മെത്തയും പുതപ്പും ഒക്കെ ആയിരിക്കും അവർക്ക് അവിടെ ലഭിക്കുക. അവരുടെ മുകൾ ഭാഗത്തു നിന്നും അവരുടെ കാലുകൾക്കടിയിൽ നിന്നും ശിക്ഷ അവരെ മൂടിക്കളയുന്ന ദിവസത്തിൽ എന്ന് പറയുന്നുണ്ട്. അന്ന് അവർ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, നിങ്ങൾ പ്രവർത്തിച്ചതിന്റെ ഫലം നിങ്ങൾ ആസ്വദിച്ചു കൊള്ളുക. അതുപോലെ അവർക്ക് മുകൾ ഭാഗത്ത് തീന്റെ തട്ടുകൾ ഉണ്ടെന്നാ പറയുന്നത്. അതുപോലെ കീഴ്ഭാഗത്തുമുണ്ട് തീന്റെ തട്ടുകൾ. അതിനെപ്പറ്റിയാകുന്നു അള്ളാഹു തന്റെ ദാസന്മാരെ ഭയപ്പെടുത്തുന്നത്. ആകയാൽ എന്റെ ദാസന്മാരെ നിങ്ങൾ എന്നെ സൂക്ഷിക്കുവിൻ. പിന്നെ അപ്പം നമ്മൾ പല രീതിയിലുള്ള ശിക്ഷാ മുറകളെ കുറിച്ചാണ് കാണുന്നത്. പിന്നെ അതില് ഇനി പറയുന്നത്, എനിക്ക് യുദ്ധത്തിന് പോകാതിരിക്കാൻ സമ്മതം തരണേ, എന്നെ കുഴപ്പത്തിലാകരുത് എന്ന് പറഞ്ഞ ചില ആളുകളും അവരുടെ കൂട്ടത്തിലുണ്ട്. അറിയുക, അവർ കുഴപ്പത്തിൽ തന്നെയാണ് വീണിരിക്കുന്നത്. തീർച്ചയായും നരകം സത്യനിഷേധികളെ വലയം ചെയ്തതാണ്, അല്ലെ. അപ്പം അത് സൂറത്ത് തൗബയിൽ നമുക്ക് കാണാം, അല്ലെ. പല കപട വിശ്വാസികൾ എന്ത് ചെയ്തു? യുദ്ധത്തിന് പോകാതെ ഒഴിഞ്ഞു മാറി നിന്നു, അല്ലെ. എന്നിട്ട് അവരെന്താ പറഞ്ഞത്? അവര് പറഞ്ഞു, അവർക്ക് എക്സ്ക്യൂസ് നൽകാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ഒഴിവ് തരണേ, പിന്നെ ഞങ്ങളെ കുഴപ്പത്തിലാക്കല്ലേ എന്ന്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് സമ്മതം കൊടുക്കണം, അല്ലെ. എന്നാ പിന്നെ അവർക്ക് ഒരു തോന്നലുണ്ട്, അല്ലെ, അതുകൊണ്ട് നമുക്ക് സമ്മതം നൽകിയല്ലോ, അപ്പൊ നമുക്ക് പ്രശ്നമില്ല എന്ന് അവർക്ക് തോന്നലുണ്ട്. പക്ഷെ എന്താ, അവര് അങ്ങനെ ഒഴിഞ്ഞു മാറി വെറുതെ ഒരു കാരണമില്ലാതെ യുദ്ധത്തിന് പോവാതെ ഒഴിഞ്ഞിരിക്കുന്നവരും എന്താ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, അവരും നരകത്തിലായിരിക്കും, അല്ലെ. നരകം സത്യനിഷേധികളെ വലയം ചെയ്യുന്നതാകുന്നു. അതുപോലെ സൂറത്ത് കഹ്ഫിൽ പറയുന്നുണ്ട്, അല്ലെ, അക്രമികൾക്ക് നാം നരകാഗ്നി ഒരുക്കി വെച്ചിട്ടുണ്ട്, അതിന്റെ കൂടാരം അവരെ വലയം ചെയ്തിരിക്കുന്നു. ഇനി ഹൃദയം ആളിക്കത്തും. പിന്നെ ഹൃദയം ആളിക്കത്തുന്നവരുടെ അവസ്ഥ നമുക്ക് നോക്കാം. നരകവാസികൾ ഭീമാകാരികളായിരിക്കും. അഥവാ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് കട്ടിയുള്ള തൊലിയും വണ്ണമുള്ള സൃഷ്ടിപ്പും നൽകും. എന്നാലും തൊലിയെയും മാംസത്തെയും എല്ലിനെയും മറികടന്ന് തീ അവരുടെ ഹൃദയങ്ങളിൽ ആളിക്കത്തും, അല്ലെ. നമുക്കറിയാം, നരകവാസികളായിട്ടുള്ള ആളുകള് ഭീകര രൂപികളായിരിക്കും, അല്ലെ. നമുക്ക് പോലും സങ്കല്പിക്കാൻ കഴിയാത്തത്ര വലിയ, അല്ലെ, അവരുടെ തോളിന്റെ ആ ഒരു വലിപ്പം തന്നെ പറയുന്നത്, അല്ലെ, മക്കയും മദീനയ്ക്കും ഇടയിലുള്ള ദൂരം, അല്ലെ, അത്രയും വലുപ്പമുള്ള ഭീകര രൂപികളായിരിക്കും ഓരോ മനുഷ്യരും അന്ന് നരകത്തില് ഓരോ ഉണ്ടാവുക. അപ്പൊ അത്രയും കട്ടിയുള്ള തൊലിയും മാംസവും, അല്ലെ, എല്ലും എല്ലാം ഉണ്ടായിട്ടും ആ നരകത്തീന്റെ ആ ഒരു കാഠിന്യ നിമിത്തം അത് ഹൃദയങ്ങളിലേക്ക് കടന്നു ചെല്ലുന്ന പറയുന്നത്. ഹൃദയങ്ങൾ വരെ ആളിക്കത്തും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വഴിയെ ഞാൻ അവനെ സഖറിൽ നരകത്തിൽ ഇട്ട് ഇരിക്കുന്നതാണ്.
സഖർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എനിക്ക് അറിയുമോ? അത് ഒന്നും ബാക്കിയാക്കുകയോ വിട്ടുകളയുകയോ ഇല്ല അല്ലെ. പിന്നെ അത് തൊലി കരിച്ച് രൂപം മാറ്റി കളയുന്നതാണ്. അതിന്റെ മേൽനോട്ട് 19 പേരുണ്ട് അല്ലെ. സൂറത്ത് മുദ്ദസ്സിറിൽ പറയുന്നത് സ ഉസ്ലിഹി സഖർ വമാ അദ്റാക മാ സഖർ ല തുബ്ഖി വലാ സദർ. അതൊന്നും വിട്ട് കളയൂല അല്ലെ, ബാക്കിയാക്കുകയും ചെയ്യൂല. ലവാഹത്തുൽ ലിൽ ബഷർ. അതെന്താ ചെയ്യാ? തൊലികളെ ഇട്ട് കരിയിക്കും അല്ലെ, തൊലി കരിയിച്ച് രൂപമാറ്റും. അലേഹ തിസ്അത അശർ അല്ലെ, 19 പേർ മേൽനോട്ടക്കാരുണ്ട്. ആ ഒരു സമയത്താണ് അവിശ്വാസികളായിട്ടുള്ള ആളുകള് പിന്നെ അല്ലെ, അഥവാ മുശ്രിക്കീങ്ങൾ പറഞ്ഞത് 19 പേരേ ഉള്ളൂ അല്ലെ, നമ്മള് കുറച്ച് പേര് അവരെ നേരിട്ടാൽ മതി അല്ലെ, നമുക്കതിനെ അവരെ തടഞ്ഞു നിർത്താൻ പറ്റും. നമുക്ക് ഇത്രയും പേര് വീതിച്ചിട്ട് അല്ലെ, ആ ഒരു 19 പേര് കൈകാര്യം ചെയ്യാൻ നമ്മൾ മതി എന്നുള്ള പറഞ്ഞിട്ട് പരിഹസിച്ചതിൽ. പക്ഷെ നമുക്കറിയാം ഓരോ മലക്കിന്റെ പിന്നെ വലിപ്പവും, അതുപോലെ ഒരു മലക്ക് തന്നെ മതിയില്ല ഒരു നാട് മൊത്തം നശിപ്പിക്കാൻ. അപ്പൊ അത്രയും നമുക്ക് അവരുടെ ഒരു കഴിവും ശക്തിയൊന്നും നമുക്ക് ഊഹിക്കാൻ പോലും പറ്റൂല. അപ്പൊ ആ ഒരു എണ്ണം അവിശ്വാസികൾക്കൊരു ദൃഷ്ടാന്തം അല്ലെ പറയുന്നുണ്ട്. വിശ്വാസികൾക്ക് വിശ്വാസം വർദ്ധിക്കുക, അതേപോലെ അവിശ്വാസികൾക്ക് എന്ത് ഉദാഹരണവും അവരുടെ അവിശ്വാസത്തെ വർദ്ധിപ്പിക്കുകയാണ് ചെയ്യാം. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, നിസ്സംശയം അവൻ ഹുതുമയിൽ എറിയപ്പെടുന്നത് തന്നെയാണ്. ഹുതുമ എന്ന് പറഞ്ഞാൽ എന്താ നിനക്കറിയുമോ? അത് ഹൃദയങ്ങളിലേക്ക് കത്തിപ്പടരുന്ന ജലിക്കപ്പെട്ട അഗ്നിയാകുന്നു അല്ലെ. അപ്പൊ ഹൃദയങ്ങളിലേക്ക് കത്തിപ്പടരുന്ന നരകാഗ്നിയാണ് എന്ത്? ഹുതമ അല്ലെ. ഇനി കുടൽമാലകൾ പുറത്തു ചാടും. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന്ത്യനാളിൽ ഒരാളെ കൊണ്ടുവരപ്പെടും, അയാൾ നരകാഗ്നിയിൽ എറിയപ്പെടും. അപ്പോൾ അയാളുടെ കുടൽമാലകൾ നരകത്തിയിൽ തെറിച്ചു വീഴും. ആട്ടുകല്ലിൽ ധാന്യം പൊടിച്ചുകൊണ്ട് കഴുത കറങ്ങുന്നത് പോലെ അയാൾ നരകത്തിൽ കറങ്ങും. ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് അല്ലെ. എന്താ പറയുന്നത്? ഒരാള് നരകത്തിലുണ്ട് അല്ലെ, അയാളുടെ കുടൽമാലകള് നരകത്തിയിൽ ഇങ്ങനെ തെറിച്ച് വീഴാം. അപ്പൊ അയാൾ ഇങ്ങനെ നമ്മള് ചക്കിലാട്ടുന്ന പോലെ അല്ലെ, ആട്ടുകല്ലിൽ ധാന്യം പൊടിച്ചുകൊണ്ട് കഴുത കറങ്ങുന്ന പോലെ അയാൾ നരകത്തിൽ കറങ്ങും. ആ ഒരു നരക ശിക്ഷ അനുഭവിക്കുന്ന ആൾക്കാർ പറയുന്നുണ്ട് അല്ലെ, അത് ഒന്ന് നമ്മള് ജനങ്ങളെ ഉപദേശിക്കും, പക്ഷെ സ്വന്തം കാര്യത്തിൽ മറന്നു അല്ലെ, പറഞ്ഞത് പ്രാവർത്തികമാക്കാത്ത ആളുകൾ. പിന്നെ അതുപോലെ പറയുന്നുണ്ട് അല്ലെ, അള്ളാന്റെ ഗ്രന്ഥത്തില് ഉള്ള കാര്യങ്ങൾ മറച്ചു വെക്കപ്പെടുന്ന ആളുകൾക്കും ഇതേ രീതിയിലുള്ള ശിക്ഷ അല്ലെ. അതായത് ഐഹിക ലാഭത്തിന് വേണ്ടി അല്ലെ, ഇഹലോകത്തിലെ താല്പര്യങ്ങൾക്ക് വേണ്ടി അള്ളാന്റെ വചനങ്ങൾ വിൽക്കുന്ന ആളുകൾ, മറച്ചു വിൽക്കുന്ന ആളുകൾ അല്ലെ, പല കാര്യങ്ങളും ഫത്വകളും അറിഞ്ഞിട്ട് പോലും നമുക്കറിയാം പണ്ഡിതന്മാരടക്കം അവരെന്താ ചെയ്യണത്? ഐഹിക താല്പര്യങ്ങൾ അനുസരിച്ച് അല്ലെ, അവരെന്താ പലതും മറച്ചു വെച്ചുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് അതൊരു ബിസിനസ്സായിട്ട് നടത്തുന്ന ആൾക്കാരുണ്ടല്ലോ. അപ്പൊ അവരൊക്കെ ഈ പറഞ്ഞ പോലെ ഈ ഒരു ശിക്ഷ അനുഭവിക്കുന്ന ഇതാണ്. ഞാൻ അമ്രുബ്നു ആമിർ അൽ ഹുസായി തന്റെ കുടലുകൾ നരകത്തിൽ വലിച്ചിഴക്കുന്നതായിട്ട് കണ്ടു എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. പിന്നെ ഞാൻ അമ്രുബ്നു ആമിർ അൽ ഹുസായിയെ തന്റെ കുടലുകൾ നരകത്തിൽ വലിച്ചിഴക്കുന്നതായി കണ്ടു അല്ലെ. അവര് അവിശ്വാസിയായിട്ടുള്ള ആളാണ് അല്ലെ, അവരെ കുറിച്ച് കൂടുതലായിട്ട് അറിയില്ല. അവരാ ശിക്ഷ കാരണം അവര് തന്റെ കുടലുകൾ നരകത്തിൽ വലിച്ചിഴക്കുന്നതായിട്ട് കണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. ഇനി ചങ്ങലകൾ, വിലങ്ങുകൾ, ആമങ്ങൾ, ദണ്ഡുകൾ. അല്ലാഹു സുബ്ഹാനഹു വതആല പറയാണ്, തീർച്ചയായും സത്യനിഷേധികൾക്ക് നാം ചങ്ങലകളും വിലങ്ങുകളും കത്തിജ്വലിക്കുന്ന നരകാഗ്നിയും ഒരുക്കി വെച്ചിരിക്കുന്നു. ഇന്നാ അഅ്തദ്നാ ലിൽ കാഫിരീന സലാസില വഅലാലം വസഈറ അല്ലെ. ചങ്ങലുകളും വിലങ്ങളും കത്തിജ്വലിക്കുന്ന നരകാഗ്നി എല്ലാം തീ കൊണ്ടുള്ളതായിരിക്കും അല്ലെ. പിന്നെ അതേപോലെ ഇന്നലദൈന അൻകാലം വജഹീമ പറയുന്നുണ്ടല്ലോ. തീർച്ചയായും നമ്മുടെ അടുക്കൽ കാൽച്ചങ്ങലകളും ജ്വലിക്കുന്ന നരകാഗ്നിയും ഉണ്ട്. സത്യനിഷേധികളുടെ കഴുത്തുകളിൽ നാം ചങ്ങലകൾ വെക്കുകയും ചെയ്യും. തങ്ങൾ പ്രവർത്തിച്ചിരുന്ന ഫലമല്ലാതെ അവർക്ക് നൽകപ്പെടുമോ? പിന്നെ അതുപോലെ വീണ്ടും പറയുന്ന അവരുടെ കഴുത്തുകളിൽ കുരുക്കുകളും ചങ്ങലുകളുമായി അവർ ചുട്ടു തിളയ്ക്കുന്ന വെള്ളത്തിലൂടെ വലിച്ചഴക്കപ്പെടുന്ന സന്ദർഭം.
പിന്നീട് അവർ നരകാഗ്നിയിൽ എരിക്കപ്പെടുകയും ചെയ്യും. പിന്നെ അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, നിങ്ങൾ അവനെ പിടിച്ച് ബന്ധനത്തിലിടൂ, പിന്നീട് അവനെ നിങ്ങൾ ജ്വലിക്കുന്ന നരകത്തിൽ പ്രവേശിപ്പിക്കൂ. അല്ലെ, ഖുദൂഹു ഫഅല്ലൂഹു സുമ്മൽ ജഹീമ സ്വല്ലൂഹു. അല്ലെ, അപ്പം അതുപോലെ നരകവാസി കഠിന യാതനയാൽ നരകത്തിൽ നിന്ന് പുറത്തു ചാടുവാൻ തുനിയുമ്പോൾ അവർക്ക് നേരെ ഇരുമ്പ് ദണ്ഡിന്റെ പ്രയോഗമുണ്ടാകുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അത് സൂറത്ത് ഹജ്ജില് 21-22 ആയത്തിൽ പറയുന്ന നോക്കാം. അവർക്ക് ഇരുമ്പിന്റെ ദണ്ഡുകൾ ഉണ്ടായിരിക്കും. അതിൽ നിന്ന് കഠിന ക്ലേശം നിമിത്തം പുറത്തു പോകുവാൻ അവർ ഉദ്ദേശിക്കുമ്പോഴെല്ലാം അതിലേക്ക് തന്നെ അവർ മടക്കപ്പെടുന്നതാണ്. എരിച്ചു കളയുന്ന ശിക്ഷ നിങ്ങൾ ആസ്വദിച്ചു കൊള്ളുക എന്ന് അവരോട് പറയപ്പെടുകയും ചെയ്യും. അല്ലെ, നമുക്ക് ഒരിക്കലും പുറത്ത് കടക്കാൻ പറ്റൂല. അല്ലെ, പിന്നെ വീണ്ടും വീണ്ടും അവരതിലേക്ക് എറിയപ്പെടും. ആ ദിവസം കുറ്റവാളികളെ ചങ്ങലകളിൽ അന്യോന്യം ചേർത്ത് ബന്ധിക്കപ്പെട്ടതായിട്ട് നിനക്ക് കാണാം. അവരുടെ കുപ്പായങ്ങൾ കറുത്ത കീല് ടാറ് കൊണ്ടുള്ളതായിരിക്കും. അവരുടെ മുഖങ്ങളെ തീ പൊതിയുന്നതാണ്. അല്ലെ, അപ്പൊ ആ ടാറ് കൊണ്ടുള്ള വസ്ത്രങ്ങളെ കുറിച്ച് നമ്മളൊക്കെ പറഞ്ഞിരുന്നു. അല്ലെ, അത് എത്ര മാത്രം കഠിനമായിരിക്കും, നമ്മുടെ ശരീരത്തിനോട് തൊലിയോടെ ഒട്ടിച്ചേർന്ന് നിൽക്കുന്നതായിരിക്കും. അല്ലെ, അപ്പൊ അത് തന്നെ മതി ശിക്ഷയുടെ. അല്ലെ, ധാരാളം. അപ്പൊ അതിന്റെ കൂടെ അവരുടെ മുഖങ്ങളെ തീ പൊതിയുന്നതാണ്. സെക്കൻഡ്. അപ്പം നമ്മള് കുറെ ശിക്ഷാരീതികൾ കണ്ടു. അല്ലെ, മുഖങ്ങള് കറുക്കുന്നതും, മുഖത്തിൽ തീ, അല്ലെ, മുഖം എരിക്കുന്നതും, മുഖത്തിലൂടെ അല്ലെ വലിച്ചിഴക്കപ്പെടുന്നതും, കുടൽമാലകൾ പുറത്തു വരുന്നതും, പിന്നെ അത് ഉരുക്കുന്നതൊക്കെ പല രീതിയിലുള്ള ശിക്ഷകൾ നമ്മൾ കണ്ടു. ഇനി വിലപ്പെടാത്ത ഖേദപ്രകടനങ്ങളും വിലാപങ്ങളും ആർത്തുവിളികളും ഉണ്ടാവും. അല്ലെ, നരകവാസികൾ ശിക്ഷ കാണുമ്പോൾ തന്നെ ഖേദം തുടങ്ങുകയായി. പക്ഷെ ഒരു രക്ഷയുമില്ലാത്ത വിലയില്ലാത്ത പ്രകടനങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ശിക്ഷ കാണുമ്പോൾ അവർ ഖേദം മനസ്സിൽ ഒളിപ്പിക്കുകയും ചെയ്യും. അവർക്കിടയിൽ നീതി അനുസരിച്ച് തീർപ്പ് കൽപ്പിക്കുകയും ചെയ്യും. അവരോട് അനീതി കൽപ്പിക്കപ്പെടുകയില്ല. അപ്പം നരകാഗ്നിയിൽ അവരുടെ വിളികളും പിന്നെ ഗർജനങ്ങൾ, അല്ലെ, നാശഗർജനങ്ങളും അവർ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, എന്നാൽ നിർഭാഗ്യമടഞ്ഞവരാകട്ടെ അവർ നരകത്തിലായിരിക്കും. അവർക്ക് അവിടെ നെടുവീർപ്പുകളും തേങ്ങിക്കരച്ചിലുകളും ആയിരിക്കും ഉണ്ടാവുക. ആകാശങ്ങളും ഭൂമിയും നിലനിൽക്കുന്നിടത്തോളം അവരതിൽ നിത്യവാസികളായിരിക്കും, നിന്റെ രക്ഷിതാവ് ഉദ്ദേശിച്ചതൊഴികെ. തീർച്ചയായും നിന്റെ രക്ഷിതാവ് താൻ ഉദ്ദേശിക്കുന്ന തികച്ചും നടപ്പിലാക്കുന്നവനാണ്. അല്ലെ, അപ്പൊ നമുക്കറിയാം, ഒരാള് സ്വർഗത്തിലും നരകത്തിലും പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അതിന് പുറത്തില്ല. അല്ലെ, പുറത്തെടുക്കാൻ പറ്റില്ല. പക്ഷെ നരകശിക്ഷ അനുഭവിക്കുന്നവര് ചിലര്, അല്ലെ, തങ്ങളുടെ ശിക്ഷ കഴിഞ്ഞിട്ട്, അല്ലെ, താൻ ചെയ്ത ആ ഒരു ചെയ്ത പാപത്തിന്റെ ശിക്ഷ കഴിഞ്ഞിട്ട് പുറത്ത് കടക്കുന്നവരുണ്ട്. പക്ഷെ പിന്നെ നമുക്കറിയാം, അതില് ശരിക്കും വിദ്യാർത്ഥി ചെയ്തവല്ലേ അവരൊരിക്കലും നരകത്തിൽ നിന്ന് പുറത്തു വരില്ല. അവർ എക്കാലത്തും നരകവാസികൾ തന്നെയായിരിക്കും. അതേപോലെ കപടവിശ്വാസികൾ, നമുക്കറിയാം, അവര് നരകത്തിലെ ഏറ്റവും അടിത്തട്ടിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗത്ത്, അല്ലെ, അവരാ ഒരു കപടത കാണിച്ചത് കൊണ്ട്. അതല്ലാതെ പല രീതിയിലും മനുഷ്യന്മാരാണ്, പല തെറ്റുകളും ചെയ്തു പോയവരുണ്ടാവില്ലേ. അപ്പൊ ആ ഒരു തെറ്റിന്റെ ആ ഒരു ശിക്ഷ കഴിഞ്ഞതിന് ശേഷം അവർക്ക് എന്താ, കാലാവധി കഴിഞ്ഞ ശേഷം അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല, അല്ലെ, അതാണ് നിന്റെ രക്ഷിതാവ് ഉദ്ദേശിച്ചതൊഴികെ തീർച്ചയായും നിന്റെ രക്ഷിതാവ് താൻ ഉദ്ദേശിക്കുന്നത് തികച്ചും നടപ്പിലാക്കുന്നവരാകുന്നു. നരകത്തിൽ ഇടുങ്ങിയ സ്ഥലത്ത് ചങ്ങലകളിൽ ബന്ധിക്കപ്പെട്ട നിലയിൽ അവരെ ഇട്ടാൽ അവിടെ വെച്ച് അവർ നാശമേ എന്ന് വിളിച്ചു കേഴുന്നതാണ്. ഇന്ന് നിങ്ങൾ ഒരു നാശത്തെ വിളിക്കേണ്ടതില്ല, ധാരാളം നാശത്തെ വിളിച്ചു കൊള്ളുക എന്നായിരിക്കും അവർക്ക് കിട്ടുന്ന മറുപടി. അല്ലെ, അവര് അവിടെ ചെന്ന് ഞങ്ങളുടെ നാശമേ, ഞങ്ങൾ ഇതിൽ അകപ്പെട്ടു പോയല്ലോ, അല്ലെ, നമ്മൾക്കത് വിശ്വസിച്ചാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ ആ ഒരു കാര്യം ചെയ്യേണ്ടിയിരുന്നില്ല, അല്ലെ, പിന്നെ റസൂലിനെ പിന്തുടർന്നാൽ മതി. അവർക്ക് ഖേദങ്ങൾ ഉണ്ടാവും, അല്ലെ, പക്ഷെ അതുകൊണ്ട് ഒരു കാര്യവും ഇല്ല. അവര് നിങ്ങൾ നിങ്ങളുടെ നാശത്തെ വിളിച്ചുകൊണ്ടേ ഇരിക്കുക, അല്ലെ, പിന്നെ അതായിരിക്കും അവർക്ക് കിട്ടുന്ന മറുപടി. ഒഴിവ് കഴിവുകൾ പ്രകടിപ്പിച്ചുകൊണ്ടും കുറ്റസമ്മതം നടത്തിക്കൊണ്ടും നരകത്തിൽ നിന്ന് മോചനം ഉണ്ടായാൽ സൽപ്രവർത്തികൾ പെരുപ്പിക്കാമെന്നും വിളിച്ചു കൂകി
കൂവി നരകവാസികൾ ഒച്ച വെക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, എന്താ പറഞ്ഞത്? അവർ അവിടെ വെച്ച് മുറവിളി കൂട്ടും, ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളെ നീ പുറത്തയക്കണമേ. മുമ്പ് ചെയ്തിരുന്നതിൽ നിന്ന് വ്യത്യസ്തമായി ഞങ്ങൾ സൽക്കർമ്മം ചെയ്തു കൊള്ളാം. ഒരു കാര്യമില്ല അല്ലെ. പിന്നെ ഇനി ഞങ്ങള് തിരിച്ചു പോയിട്ട് മടങ്ങി സൽക്കർമ്മങ്ങൾ ചെയ്തിട്ട് വരാം. ഞങ്ങൾ ഇതിന്നൊന്ന് പുറത്ത് അല്ലെ, പുറത്ത് നിന്ന് കടത്തിയാൽ മതി. ഞങ്ങള് പിന്നെ ഒരിക്കലും ഞങ്ങൾ തെറ്റ് ചെയ്യൂല അല്ലെ. ഭൂമിയിലേക്ക് ഞങ്ങൾ മടങ്ങി പോയിട്ട് സൽക്കർമ്മങ്ങളൊക്കെ ചെയ്തു വരാം. പക്ഷെ ഒരു കാര്യവുമില്ല. ഞങ്ങൾ കേൾക്കുകയോ ചിന്തിക്കുകയോ ചെയ്തിരുന്നെങ്കിൽ ഞങ്ങൾ ജ്വലിക്കുന്നു അല്ലെ, നരകാഗ്നിയിൽ പെടുമില്ല. നമ്മള് സുഹൃത്ത് മുൽക്കില് പറയുന്നുണ്ട് അല്ലെ, വഖാലു ലൗ കുന്നാ നസ്മഉ ഔ നഅഖിലു മാ കുന്നാ ഫി അസ്ഹാബിസ് സഈർ അല്ലെ. ഞങ്ങൾ കേൾക്കുകയും അതുപോലെ നമുക്കറിയാം പരിശുദ്ധ ഖുർആനിലെ കേൾവിക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് പറയുന്നത് അല്ലെ. അത് കഴിഞ്ഞിട്ടേ കാഴ്ച പറയുള്ളൂ. കാരണം അവരെ ആ നല്ലതിലേക്ക് ക്ഷണിക്കുമ്പോ അല്ലെ, അത് കേൾക്കുക, അത് മനസ്സിലാക്കുക അല്ലെ. അപ്പൊ അതിനാണ് കൂടുതൽ അള്ളാഹ് പരിശുദ്ധ ഖുർആൻ ഉടനീളം നോക്കിയാൽ നമുക്ക് കാണാം, കേൾവിയാണ് കാഴ്ചയെക്കാട്ടി കൂടുതൽ ഹൈലൈറ്റ് ചെയ്തിട്ട് പറയും. പിന്നെയാണ് കാഴ്ചയെ കുറിച്ച് പറയും. അപ്പൊ അവിടെ പറയുന്നത് എന്താ? നെസ്മാവ് അവനൊക്കലും അല്ലെ, ഞങ്ങൾ കേൾക്കുകയും അതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കുക അല്ലെ. പിന്നെ ഇത്രയും ദൃഷ്ടാന്തങ്ങൾ മുന്നിൽ കൊണ്ടുവന്നിട്ടും അതേക്കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ ഏതൊരു അവിശ്വാസിയായിട്ടുള്ള ആളുകളാണെങ്കിലും ഒരു നിരീശ്വരവാദിയാണെങ്കിലും ഈ കാണുന്ന പ്രപഞ്ചത്തെ പറ്റിയില്ലേ ഒന്ന് ചിന്തിച്ച് മനസ്സിലാക്കിയിരുന്നെങ്കിൽ ആരും ദൈവത്തെ നിഷേധിക്കൂല അല്ലെ. ദൈവമുണ്ടെന്നുള്ളത് ഏതൊരു നിരീശ്വരവാദിയും കുറച്ച് വിശ്വസിക്കും. പക്ഷെ എന്നിട്ടും ബുദ്ധി കൊടുക്കുന്നില്ല, ചിന്തിക്കുന്നില്ല അല്ലെ, വേണ്ടാന്ന് വെച്ചിട്ട് നിൽക്കുകയാണ്. അതുപോലെ അവരുടെ മുഖങ്ങൾ നരകത്തിൽ കീഴ്മേൽ മറിക്കപ്പെടുന്ന ദിവസം അവര് പറയും, ഞങ്ങൾ അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. അവർ പറയും, ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾ ഞങ്ങളുടെ നേതാക്കന്മാരെയും പ്രമുഖന്മാരെയും അനുസരിക്കുകയും അങ്ങനെ അവർ ഞങ്ങളെ വഴിതെറ്റിക്കുകയുമാണ് ഉണ്ടായത്. ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ 2 ഇരട്ടി ശിക്ഷ നൽകുകയും അവർക്ക് നീ വൻ ശാപം ഏൽപ്പിക്കുകയും ചെയ്യണമേ അല്ലെ. ഇന്ന് അനുയായികള് അല്ലെ, നേതാക്കന്മാരുടെ പിന്നാലെ നടക്കുന്ന അനുയായികള് അന്ന് പറയും, എന്താ പറയുന്നത് അല്ലെ. ഇപ്പൊ ഇന്ന് നേതാവേ എന്ന് പറഞ്ഞിട്ട് അവർക്ക് വേണ്ടി ചാവുന്ന കുറെ ആളുകളുണ്ട് അല്ലെ. നമ്മളൊരു കുറച്ചു മുമ്പ് ഒരു വീഡിയോയിൽ കണ്ടു, ഞങ്ങൾക്ക് ഒരിക്കലും വേണ്ട ആ ഒരു സ്വർഗം ഇല്ലേ, ഇവരില്ലാത്ത സ്വർഗം ഞങ്ങൾക്ക് വേണ്ട അല്ലെ, ഇവര് പറയുന്നത് ഞങ്ങൾ കേൾക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഉണ്ടായിരുന്നു അല്ലെ. ഏതോ ഒരു നബിദിനത്തിനെ കുറിച്ചോ എന്തോ വിമർശിക്കുന്ന ഒരു വീഡിയോയിലാ പറയുന്നത് അല്ലെ. ഇവരൊക്കെ ചെയ്യുന്നത് മതി ഞങ്ങൾക്ക്, ഇവരില്ലാത്ത സ്വർഗം ഞങ്ങൾക്ക് വേണ്ട എന്നാ. അങ്ങനെ ഒരു ഇന്ന് ഈ പറയുന്ന നേതാവിനോടുള്ള സ്നേഹം അന്ന് കാണിക്കുവോ? അന്ന് കാണിക്കൂല. എന്ന് അവരെന്താ പറയുന്നത്? ഞങ്ങളെ വഴി തെറ്റിച്ചത് ആരാണ്? ഇവരാണ് ഞങ്ങളെ വഴി പിഴപ്പിച്ചത്. അപ്പൊ അവർക്ക് നീ 2 ഇരട്ടി ശിക്ഷ, ഞങ്ങൾക്ക് ഒരു ശിക്ഷ നൽകുകയാണെങ്കിൽ അവർക്ക് 2 ഇരട്ടി ശിക്ഷ നൽകണേ, പിന്നെ അവർക്ക് നീ ശാപം ഏൽപ്പിക്കുകയും ചെയ്യണമെന്ന് അന്ന് പറയല്ലേ. പക്ഷെ അതുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? അവര് പറയും, ഞങ്ങളുടെ നാഥ, 2 പ്രാവശ്യം നീ ഞങ്ങളെ നിർജീവാവസ്ഥയിലാക്കുകയും 2 പ്രാവശ്യം നീ ഞങ്ങൾക്ക് ജീവൻ നൽകുകയും ചെയ്തു. എന്നാൽ ഞങ്ങൾ ഇതാ ഞങ്ങളുടെ കുറ്റം സമ്മതിച്ചിരിക്കുന്നു. ആകയാൽ ഒന്ന് പുറത്തു പോകേണ്ടതിലേക്ക് വല്ല മാർഗവും ഉണ്ടോ? സൂറത്തുൽ ഗാഫിറിൽ 11 പറയുന്നത് തോന്നുന്നു. അതായത് അല്ലെ, അവര് സമ്മതിക്കും, 2 പ്രാവശ്യം നീ ഞങ്ങളെ നിർജീവാവസ്ഥയിലാക്കി അല്ലെ. ആദ്യം നിർജീവാവസ്ഥയിൽ നേരിടുന്നത് എന്ത്? ജീവൻ ഇട്ട് തന്നത്. പിന്നെ വീണ്ടും നിർജീവാവസ്ഥയിലേക്ക് പോയി അല്ലെ, വീണ്ടും ഉയർത്തെഴുന്നേറ്റു. അപ്പൊ ഞങ്ങളതൊക്കെ മനസ്സിലായി, ഞങ്ങളുടെ കുറ്റമൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി. പക്ഷെ ഇനി എന്തെങ്കിലും പുറത്ത് പോയ എന്തെങ്കിലും ചാൻസ് ഉണ്ടോ എന്ന് അവർ ചോദിക്കുകയാണ് വളരെ ഖേദത്തോടു കൂടി അല്ലെ. അവര് പറയും, ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളുടെ നിർഭാഗ്യം ഞങ്ങളെ അതിജയിച്ചു കഴിഞ്ഞു. ഞങ്ങൾ വഴി പിഴച്ച ഒരു ജനവിഭാഗമായി പോയി. പിന്നെ ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളെ നീ ഇതിൽ നിന്ന് പുറത്തു കൊണ്ടുവരണമേ. ഇനി ഞങ്ങൾ ദുർമാർഗത്തിലേക്ക് തന്നെ മടങ്ങുകയാണെങ്കിൽ തീർച്ചയായും ഞങ്ങൾ അക്രമികൾ തന്നെയായിരിക്കും അല്ലെ. അപ്പൊ ഇനി ഒരിക്കലും ഞങ്ങള് മടങ്ങൂലേ. ഞങ്ങൾക്ക് മനസ്സിലായി, സത്യം മനസ്സിലായി അല്ലെ. നമ്മൾ മരിക്കുമ്പോ തന്നെ നമ്മുടെ കണ്ണിന്റെ ആ ഒരു മറ നീക്കപ്പെടുന്ന പറയുന്നത് അപ്പം മുതലേ നമുക്ക് മനസ്സിലാവും അല്ലെ. ഒരു അവിശ്വാസിയായിട്ടുള്ള ആളാണെങ്കിൽ അപ്പം മുതലേ അവർക്ക് മനസ്സിലാവും. അവരൊരിക്കലും അങ്ങോട്ട് പോകാൻ സമ്മതിക്കൂല അല്ലെ. ഞങ്ങളെ നാശങ്ങൾ ഞങ്ങളെ എങ്ങോട്ടാ കൊണ്ടുവന്നെന്ന് അവര് പറയാം. ആ മരിച്ചു കഴിഞ്ഞിട്ട് കണ്ണിന്റെ ആ ഒരു മറ നീക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളെല്ലാം ഹോയിബായിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണും അല്ലെ. പക്ഷെ ചാൻസ് ഇല്ല. അപ്പൊ അവര് പറയുന്നത് അല്ലെ, ഞങ്ങള് ഇതിൽ നിന്ന് പുറത്ത് കൊണ്ടുവരാണെങ്കിൽ ഞങ്ങള്
നിർമാർഗത്തിലേക്ക് മടങ്ങൂല. അങ്ങനെ മടങ്ങുകയാണെങ്കിൽ ഞങ്ങൾ എന്താ, തീർച്ചയായിട്ടും അക്രമികൾ തന്നെയായിരിക്കും. പക്ഷെ അവരുടെ ദീനദീനമായ അപേക്ഷകൾ വിലപ്പോവുകയില്ല. വളരെ നിന്ദ്യമായ രീതിയിൽ അവ തള്ളപ്പെടും. ഒരു വിളിയാളവും അവരിൽ നിന്ന് സ്വീകരിക്കപ്പെടുകയില്ല, ഒരു പ്രതീക്ഷയും പുലരുകയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നിങ്ങൾ അവിടെ തന്നെ നിന്ദ്യരായി കഴിയുക അല്ലെ, നിങ്ങൾ എന്നോട് മിണ്ടി പോകരുത്. ലാ തുകല്ലിമൂന, നിങ്ങൾ എന്നോട് മിണ്ടണ്ട. ആകയാൽ നിങ്ങളുടെ ഈ ദിവസത്തെ കണ്ടുമുട്ടുന്ന കാര്യം നിങ്ങൾ മറന്നു കളഞ്ഞതിന്റെ ഫലമായി നിങ്ങൾ ശിക്ഷ ആസ്വദിച്ചു കൊള്ളുക. തീർച്ചയായും നിങ്ങളെ നാം മറന്നു കളഞ്ഞിരിക്കുന്നു. നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഫലമായി ശാശ്വതമായ ശിക്ഷ നിങ്ങൾ ആസ്വദിച്ചു കൊള്ളുക. അല്ലെ, പിന്നെ ദുനിയാവിൽ വെച്ച് എന്താ, അള്ളാനെ മറന്ന് ജീവിച്ചു അല്ലെ, അള്ളാഹ് ഉണ്ടെന്ന് പോലും നോക്കാതെ അള്ളാനെ മറന്ന് ജീവിച്ചത് കൊണ്ട് പിന്നെ നാളെ പരലോകത്ത് വെച്ച് നിങ്ങൾ എന്നെ മറന്ന പോലെ ഞാനും നിങ്ങളെ മറന്നിരിക്കുന്നു എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരോട് പറയും അല്ലെ. വീണ്ടും പറയാണ്, നിങ്ങളുടെ ശിക്ഷ ആസ്വദിച്ചു കൊള്ളാൻ അല്ലെ. വദൂഖുൽ അദാബൽ ഖുൽദ്, ഖുൽദ് എന്ന് പറഞ്ഞാൽ എന്താ, ശാശ്വതമായിട്ടുള്ള ഈ ശിക്ഷ നിങ്ങൾ ആസ്വദിച്ചു കൊള്ളാൻ. എന്ത് കാരണത്താലാണ്? ബിമാ കുന്തും തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ട് അല്ലെ, നിങ്ങൾ പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ട് നിങ്ങൾ എന്താ, വദൂഖുൽ അദാബൽ ഖുൽദ് അല്ലെ, ശാശ്വതമായിട്ടുള്ള ശിക്ഷ നിങ്ങൾ ആസ്വദിച്ചു കൊള്ളുക. അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് നിരാശരാകുന്ന നരകവാസികൾ നരകത്തിന്റെ പാറാവുകാരെ വിളിച്ചു നോക്കും. തങ്ങൾ അനുഭവിക്കുന്ന യാതനകൾ അല്പം ലഘൂകരിക്കപ്പെടുവാൻ മലക്കുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ശുപാർശ പറയുവാൻ അവർ കേടും. പക്ഷെ നിന്ദ്യമായ നിരാശയാണ് അവിടെയും ബാക്കി അല്ലെ. അപ്പം നമുക്കറിയാം, നരകത്തിലെ പാറാവുകാര് അല്ലെ, നരകത്തിന്റെ കാവലാളുകളായിട്ടുള്ള മലക്കുകൾ എങ്ങനെയായിരിക്കും? അവര് പരുഷ സ്വഭാവികളായിരിക്കും, കഠിന പ്രകൃതമുള്ളവരായിരിക്കും അല്ലെ. കാരണം എന്താ, ഒരു ദയോ ദാക്ഷിണ്യോ അവർക്ക് ഉണ്ടാവൂല. അങ്ങനെ ഒരു ജോലിയാണ് അവരെ ഏൽപ്പിക്കപ്പെട്ടത് അല്ലെ, അള്ളാഹു സുബ്ഹാനഹു വ തആല. അപ്പം അവര് റഹ്മത്തിന്റെ മലക്കുകളല്ല. പിന്നെ അപ്പൊ അവര് ഒരു തരത്തില് ഇപ്പൊ അവര് ഈ നരകത്തിലെ യാതന അനുഭവിച്ച് നിൽക്കുന്ന അവർക്ക് കണ്ടോണ്ടിരിക്കുകയാണല്ലേ. പക്ഷെ അവരിൽ നിന്നൊരു തീരെ ഒരു ദയോ ഒന്നും ഉണ്ടാവൂല. അപ്പൊ അവരുടെ അടുത്ത് എന്തെങ്കിലും ശുപാർശ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഒരിക്കലും ഇല്ല അല്ലെ. അവര് അള്ളാഹിന്റെ അടുത്ത് ശുപാർശയ്ക്ക് പോവൂല. നരകത്തിലുള്ളവർ നരകത്തിന്റെ കാവൽക്കാരോട് പറയപ്പെടും, നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനോട് ഒന്ന് പ്രാർത്ഥിക്കുക, ഞങ്ങൾക്ക് ഒരു ദിവസത്തെ ശിക്ഷയെങ്കിലും അവൻ ലഘൂകരിച്ച് തരട്ടെ. അവർ കാവൽക്കാർ പറയും, നിങ്ങളിലേക്കുള്ള ദൂതന്മാർ വ്യക്തമായ തെളിവുകളും കൊണ്ട് നിങ്ങളുടെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നില്ലേ? അവർ പറയും, അതെ, എന്നാൽ നിങ്ങൾ തന്നെ പ്രാർത്ഥിച്ചു കൊള്ളുക. സത്യനിഷേധികളുടെ പ്രാർത്ഥന വൃഥാവിലായി പോവുകയേ ഉള്ളൂ അല്ലെ. നിരാശരാകുന്ന നരകവാസികൾ മാലിക് എന്ന മലക്കിനോട് തങ്ങളെ മരിപ്പിക്കുവാൻ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ശുപാർശ പറയുവാൻ വേണ്ടി വിളിച്ചു കീഴും. പക്ഷെ നിരാശയുടെ മറുപടിയാണ് അവിടെയും ബാക്കി. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അവർ വിളിച്ചു പറയും, ഹേ മാലിക്, താങ്കളുടെ രക്ഷിതാവ് ഞങ്ങളുടെ മേൽ മരണം വിധിക്കട്ടെ അല്ലെ. അപ്പം അദ്ദേഹം പറയുന്നത് എന്താ, നിങ്ങൾ ഇവിടെ താമസിക്കേണ്ടവർ തന്നെയാകുന്നു അല്ലെ. അതായത് ഇനിയിപ്പം ശിക്ഷയുടെ അളവ് ലഭിച്ചിട്ടില്ലെങ്കിൽ നമ്മളെ ഒന്ന് മരിപ്പിച്ചേ നന്നായിരുന്നു അല്ലെ. വീണ്ടും ആ ഒരു ശിക്ഷ അനുഭവിക്കാൻ വേണ്ടി ഇതാണ് അല്ലെ. ഓരോ അവയവവും പറഞ്ഞല്ല, തൊലികൾ വെന്ത് കഴിയുമ്പോൾ വീണ്ടും പുതിയ പുതിയ തൊലികൾ വരും. അതുപോലെ ഓരോ ശിക്ഷ അല്ലെ, അത് അനുഭവിച്ചു കഴിയുമ്പോൾ വീണ്ടും പഴയ സ്ഥിതിയിൽ തന്നെ ശരീരം ആവും. അപ്പൊ ഒന്ന് മരിച്ചു കിട്ടിയതെങ്കിൽ അത് അനുഭവിക്കുന്ന ആ ഒരു കഠിന യാതനയ്ക്കൊരു കുറവുണ്ടാവുമല്ലോ, അതോടെല്ലാം തീർന്നു പോലും. ആ ഒരു പ്രതീക്ഷയിലാണ് അവർ പറയുന്നത് അല്ലെ. ശുപാർശയ്ക്ക് ഒരു ദിവസം ശിക്ഷയിൽ നിന്ന് ഇളവ് ലഭിക്കുമെന്ന് ചോദിച്ചു. പക്ഷെ അതൊന്നും കാര്യം ഉണ്ടായിരുന്നില്ല അല്ലെ. അവസാനം എന്നുള്ള പ്രതീക്ഷയോടെ ആണ് അവർ പറയുന്നത്, എന്താണ് അല്ലെ, ഞങ്ങളെ ഒന്ന് മരിപ്പിച്ചതാ, അതിനുവേണ്ടി ഒന്ന് നിങ്ങളുടെ രക്ഷിതാവിനോടൊന്ന് അപേക്ഷിച്ച് നോക്കണം എന്നല്ല. പക്ഷെ അതും ഒരു കാര്യമില്ല അല്ലെ. ഇനി അപ്പം ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയില് നമ്മൾക്ക് ആ ഒരു ചെറിയ നരകത്തിലെ ഏറ്റവും നിസ്സാരമായ ശിക്ഷ പോലും നമുക്ക് താങ്ങൂല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാം ആ ഒരു അവസ്ഥയിലെ നമ്മളെല്ലാവരും അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. ഒരിക്കലും പിന്നെ നമുക്ക് താങ്ങാൻ പറ്റൂല അല്ലെ, അള്ളാഹിന്റെ ഒരു ശിക്ഷയെ നമുക്ക് താങ്ങാൻ സാധിക്കൂല റബ്ബെ. പിന്നെ നരകരക്ഷയ്ക്ക് അപ്പൊ നമ്മള് ഇത്രയും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്ന് നരകരക്ഷയ്ക്ക് വേണ്ട കാര്യങ്ങളും കൂടി എന്താണെന്ന് നോക്കാം.
നരകത്തിൽ നിത്യവാസത്തിനും നരകശിക്ഷയ്ക്കും കാരണമാക്കുന്ന പാപങ്ങളെ കുറിച്ച് പറഞ്ഞു. യഥാർത്ഥ ഈമാനും സൽപ്രവൃത്തികളുമാണ് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുവാനുള്ളത്. വിശ്വാസികൾ ദുആ ചെയ്യുമ്പോൾ തങ്ങളുടെ ഈമാനിനെയും സൽപ്രവൃത്തികളെയും വസീലയാക്കി മുൻനിർത്തി അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നരകത്തിൽ നിന്ന് രക്ഷ തേടുന്നത് അതിനാലാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു അല്ലെ, الذين يقولون ربنا إننا آمنا فاغفر لنا ذنوبنا وقنا عذاب النار. അല്ലെ, ഞങ്ങളുടെ നാഥ, ഞങ്ങളിതാ വിശ്വസിച്ചിരിക്കുന്നു അല്ലെ, അതിനാൽ ഞങ്ങളുടെ പാപങ്ങൾ പുറത്തു തരികയും നരക ശിക്ഷയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്യണമേ എന്ന് അവർ പ്രാർത്ഥിക്കും. അതുപോലെ പിന്നെ തുടർന്നും നമുക്കറിയാം ആ ഒരു എഴുന്നേൽക്കുമ്പം ചൊല്ലാറുള്ള ആലിമ്രാനിലെ അവസാനത്തെ വചനങ്ങൾ അല്ലെ, റബ്ബന മാ ഖലഖത ഹാദാ ബാത്തിലൻ സുബ്ഹാനക ഫഖിനാ അദാബന്നാർ എന്ന് തുടങ്ങിയിട്ടുള്ള അല്ലെ, ഞങ്ങളുടെ രക്ഷിതാവേ, നീ നിരർത്ഥകമായി സൃഷ്ടിച്ചതല്ല ഇത്, നീ എത്രയോ പരിശുദ്ധനാണ് അല്ലെ, പിന്നെ അതിനാൽ നരക ശിക്ഷയിൽ നിന്ന് ഞങ്ങളെ നീ കാത്തു രക്ഷിക്കണമേ. ഞങ്ങളുടെ രക്ഷിതാവേ, നീ വല്ലവനെ നരകത്തിൽ പ്രവേശിപ്പിച്ചാൽ അവനെ നീ നിന്ദ്യനാക്കി കഴിഞ്ഞു. അക്രമികൾക്ക് സഹായികളായിട്ട് ആരുമില്ലതാനും. ഞങ്ങളുടെ രക്ഷിതാവേ, സത്യവിശ്വാസത്തിലേക്ക് ക്ഷണിക്കുന്ന ഒരു പ്രബോധകൻ നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിൽ വിശ്വസിക്കുൻ എന്ന് പറഞ്ഞ് ഞങ്ങൾ കേട്ടു, അങ്ങനെ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. ഞങ്ങളുടെ രക്ഷിതാവേ, അതിനാൽ ഞങ്ങളുടെ പാപങ്ങൾ നീ പുറത്തു തരികയും ഞങ്ങളെ തിന്മകൾ ഞങ്ങളിൽ നിന്ന് നീ മായ്ച്ചു കളയുകയും ചെയ്യണമേ. പുണ്യവാന്മാരുടെ കൂട്ടത്തിലെ ഞങ്ങളെ നീ മരിപ്പിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ രക്ഷിതാവേ, നിന്റെ ദൂതന്മാർ മുഖേന ഞങ്ങളോട് നീ വാഗ്ദാനം ചെയ്ത അതുപോലെ ഞങ്ങൾക്ക് നൽകുകയും ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ ഞങ്ങൾക്ക് നീ നിന്ദത വരുത്താതിരിക്കുകയും ചെയ്യണമേ. നീ വാഗ്ദാനം ലംഘിക്കുകയില്ല തീർച്ച അല്ലെ. ആ ഒരു ആലിമ്രാനിലെ 191 മുതൽ 194 വരെയുള്ള വചനങ്ങൾ. വിശ്വാസം നരകത്തിൽ നിന്ന് കാവലാകുന്നത് പോലെ സത്യവിശ്വാസികൾക്ക് അവരുടെ സൽപ്രവർത്തികളും നരകത്തിൽ നിന്ന് കാവലാണ്. തെളിവുകൾ ഈ വിഷയത്തിൽ ധാരാളം സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, തീർച്ചയായും ആദം സന്തതികളിൽ ഓരോ മനുഷ്യനും 360 സന്ധികൾ കൊണ്ടാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടത്. ആരെങ്കിലും അല്ലാഹു അക്ബർ, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, സുബ്ഹാനല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയുകയോ ജനങ്ങളുടെ വഴിയിൽ നിന്ന് കല്ല് നീക്കിയിടുകയോ മുള്ളോ എല്ലോ എടുത്തു മാറ്റുകയോ നന്മ കൽപ്പിക്കുകയോ തിന്മ വിരോധിക്കുകയോ ചെയ്തുകൊണ്ട് അവ 360 എണ്ണം എത്തിയാൽ അവൻ അവന്റെ ശരീരത്തെ നരകത്തിൽ നിന്നും തെറ്റിച്ചുകൊണ്ടാണ് അല്ലെ, സംരക്ഷിച്ചുകൊണ്ടാണ് അവൻ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലെ. നിസ്സാരമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെ, നമ്മൾ പോലും വിചാരിക്കാത്ത അത്ര പ്രതിഫലമായിരിക്കും ലഭിക്കുക. വഴിയിൽ നിന്നുള്ള ഒരു തടസ്സം അല്ലെ, തടസ്സം മാറ്റുക. പിന്നെ അതുപോലെ ഒരു പുഞ്ചിരി അല്ലെ, പുഞ്ചിരിച്ചു കൊണ്ട് ഒരാൾക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക. കാണുന്നവരോട് അല്ലെ ഒരു പുഞ്ചിരി ഇച്ചാൽ മതി, അതും സുന്നത്താണ്. അതുപോലെ സലാം വർദ്ധിപ്പിക്കുക. അങ്ങനെ കുറെ കാലല്ലേ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള കാരണങ്ങൾ എന്നുള്ള കുറെ ഉണ്ട് അല്ലെ, നമുക്ക് എണ്ണി തീരൂല. ഒരു വിശ്വാസിക്ക് നരകത്തിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഔദാര്യത്തിൽ രക്ഷയാകുന്ന ഏതാനും കാര്യങ്ങൾ ഇവിടെ പറയാം. അപ്പൊ ഒന്ന്, അള്ളാഹുവിന്റെ സ്നേഹം തേടൽ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്താ പറഞ്ഞത്? അള്ളാഹു ആണ് സത്യം, അള്ളാഹു തന്റെ ഹബീബിനെ ഒരിക്കലും നരകത്തിൽ എറിയുകയില്ല. അപ്പം നമുക്കറിയാം അല്ലെ. അപ്പൊ അതിനും എന്താ വേണ്ടത്? അള്ളാഹുവിന്റെ ഹുബ്ബ് ലഭിക്കണമെങ്കിലും നമുക്ക് പിന്നെ അതനുസരിച്ച് പ്രവർത്തിക്കണം അല്ലെ. ആദ്യം ഫർളായിട്ടുള്ള കാര്യങ്ങളെല്ലാം വൃത്തിയിൽ അനുഷ്ഠിക്കുക, അത് കഴിഞ്ഞിട്ട് സുന്നത്തുകൾ വർദ്ധിപ്പിക്കുക. അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഹബീബായില്ലേ. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, എന്താണ്, ജിബ്രീൽ അലൈഹിസ്സലാമിനല്ലേ, ഇന്ന ആള് ഇന്ന സ്ഥലത്തുള്ള ഇന്ന ആള് അല്ലെ എന്റെ ഹബീബാണ്, അതുകൊണ്ട് താങ്കളും ആ വ്യക്തിയെ ഇഷ്ടപ്പെടണം അല്ലെ. അതുപോലെ ജിബ്രീൽ അലൈഹിസ്സലാം മുഴുവൻ ആകാശത്തിലുള്ള മുഴുവൻ ആളുകളോടുമായിട്ട് പറയുന്നുണ്ട് അല്ലെ. ഇതേപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആലയും പിന്നെ അതുപോലെ ഞാനും ഈ വ്യക്തിയെ ഇഷ്ടപ്പെടുന്നു, അതിനാൽ നിങ്ങളും ആ വ്യക്തിയെ ഇഷ്ടപ്പെടണം എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു ഹുബ്ബ് ലഭിക്കണം. അതുപോലെ പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലൽ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുകയും അതിലൂടെ അള്ളാഹുവിന്റെ വജ്ഹ് ആഗ്രഹിക്കുകയും ചെയ്തവരെ അള്ളാഹു നരകത്തിൽ നിഷിദ്ധമാക്കിയിരിക്കുന്നു തീർച്ച അല്ലെ. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലി മരിക്കുന്ന വ്യക്തി സ്വർഗത്തിലാണ്, നമുക്കറിയാം അല്ലെ. അതുപോലെ
നിർബന്ധ നമസ്കാരങ്ങൾ യഥാവിധം നിർവഹിക്കൽ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും 5 നമസ്കാരങ്ങൾ അഥവാ അവയുടെ റുക്കൂകളും സുജൂദുകളും സമയങ്ങളും സൂക്ഷിച്ച് യഥാവിധം നിർവഹിക്കുകയും അവ അള്ളാഹുവിൽ നിന്നുള്ള ബാധ്യതകളാണെന്ന് അറിയുകയും ചെയ്താൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞു അവന് സ്വർഗം നിർബന്ധമായി. അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞു അവൻ നരകത്തിന് നിഷിദ്ധമായി. അല്ലെ? അപ്പം സമയം, നിർബന്ധ നമസ്കാരം അതിന്റെ സമയത്തിന് നമസ്കരിക്കണം. അതേപോലെ റുക്കുകളും സുജൂദുകളും എല്ലാം ശ്രദ്ധിച്ചല്ലേ സൂക്ഷ്മതയോടുകൂടി നിർവഹിക്കുന്ന ഒരു വ്യക്തിക്ക് സ്വർഗം നിർബന്ധമായി, അല്ലെങ്കിൽ നരകം നിഷിദ്ധമായി. അതുപോലെ നോമ്പെടുക്കൽ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരാൾ ഒരു ദിനം നോമ്പ് അനുഷ്ഠിച്ചാൽ അള്ളാഹു അവന്റെ മുഖത്തെ നരകത്തിൽ നിന്ന് 70 വർഷത്തെ ദൂരത്തേക്ക് അകറ്റും. അല്ലെ? അപ്പൊ ഒരു ദിവസത്തെ നോമ്പ് അനുഷ്ഠിക്കുന്നതിന്റെ കൂലിയ പറഞ്ഞത്, നരകത്തിൽ നിന്ന് 70 വർഷത്തെ ദൂരത്തേക്ക് അകറ്റും. അതുപോലെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പിന്നെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരാൾ ഒരു ദിനം നോമ്പെടുത്താൽ അള്ളാഹു അവന്റെയും നരകത്തിന്റെയും ഇടയിൽ ആകാശത്തിനും ഭൂമിക്കും ഇടയിലുള്ള ദൂരം കണക്ക് ഒരു കിടങ്ങ് തീർക്കും. അല്ലെ? സുബ്ഹാനല്ലാഹ്. അപ്പം അത് മതിയില്ലേ? ആകാശത്തിന്റെയും ഭൂമിക്കും ഇടയിലെ ദൂരം കണക്കൊരു കിടങ്ങ് തീർക്കുന്ന പറഞ്ഞത്, സ്വർഗത്തിന്റെയും നരകത്തിന്റെയും ഇടയ്ക്ക്. അതുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നോമ്പ് പരിചയാകുന്നു, ദാസൻ നോമ്പ് കൊണ്ട് നരകത്തിൽ നിന്ന് മറ സ്വീകരിക്കട്ടെ. ഇനി സ്വതക്ക നൽകൽ. അല്ലെ? സ്വതക്ക നൽകിയിട്ട് പിന്നെന്താ, നമ്മുടെ തടി കാക്കുക. അല്ലെ? നരകത്തിൽ നിന്ന് നമ്മുടെ തടി കാക്കുക. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളിൽ ഒരാളുമില്ല അവനോട് അള്ളാഹു സംസാരിക്കാതെ അവനും അള്ളാഹുവിന്റെയും ഇടയിൽ യാതൊരു പരിഭാഷകരും ഉണ്ടായിരിക്കുകയില്ല. ഒരാൾ തന്റെ വലതുഭാഗത്തേക്ക് നോക്കും, താൻ കാലെ കൂട്ടി ചെയ്തതല്ലാതെ അവൻ യാതൊന്നും കാണൂല. അയാൾ തന്റെ ഇടതുഭാഗത്തേക്ക് നോക്കും, അപ്പോഴും താൻ മുൻകൂട്ടി ചെയ്തതല്ലാതെ യാതൊന്നും കാണൂല. അപ്പോൾ അയാൾ തന്റെ മുന്നിലേക്ക് നോക്കും, തന്റെ മുന്നിൽ നരകമല്ലാതെ യാതൊന്നും കാണില്ല. അതിനാൽ ഒരു കാരക്കയുടെ ചീല കൊണ്ടെങ്കിലും നിങ്ങൾ നരകത്തേക്കാക്കുക. അല്ലെ? പിന്നെ അപ്പം സ്വതക്ക നൽകിയിട്ട്, അല്ലെ, സ്വതക്ക കൊടുത്ത് നമ്മുടെ കയ്യിലുള്ള കൊടുത്തിട്ട് നമ്മൾ നമ്മുടെ തടിയെ നരകത്തിൽ നിന്ന് രക്ഷിക്കുക. ഇനി മൃദുലമായി പെരുമാറൽ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നരകത്തെ ആർക്ക് നിഷിദ്ധമാകുമെന്നും ആര് നരകത്തിൽ നിഷിദ്ധമാകുമെന്ന് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെ. ജനങ്ങളോട് അടുത്ത് സ്നേഹത്തോടും മൃദുലമായും പെരുമാറുന്നവൻ. അല്ലേ? അപ്പം അത് നമ്മള് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം. അല്ലെ? നമ്മളെ പെരുമാറ്റം നന്നാക്കിയിട്ട് തന്നെ നമ്മള് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക, അല്ലെങ്കിൽ നരകത്തിലേക്ക് പോകൂല എന്നുള്ളത് മനസ്സിലാക്കുക. അല്ലെ? എല്ലാരോടും സ്നേഹത്തോടും മൃദുലമായിട്ടും പെരുമാറുക. ഒരിക്കലും പരുഷമായിട്ട് അതേപോലെ കഠിനമായിട്ട് ഒരാളോടും പെരുമാറാതിരിക്കുക. അല്ലെ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും ലോലനും വിനയാനിതനും മൃദുലനുമാണെങ്കിൽ അള്ളാഹു അവർക്ക് നരകം നിഷിദ്ധമാക്കും. അല്ലെ? പിന്നെ അഹങ്കാരം, നമുക്കറിയാം അതിന്റെ നേരെ ഓപ്പോസിറ്റ് അഹങ്കാരം, പിന്നെന്താ കോപം, അതൊക്കെ കാരണം നരകത്തിലേക്ക് ആ വ്യക്തി അല്ലെ നരകശിക്ഷ അനുഭവിക്കാനുള്ള ഒരു കാരണമാണ്, അല്ലെങ്കിൽ നരകവാസി ആവാനുള്ള ഒരു കാരണമാണത്. ഇനി തനിക്കിഷ്ടപ്പെടുന്നത് മറ്റുള്ളവർക്കും ഇഷ്ടപ്പെടൽ. അല്ലെ? നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം നമ്മുടെ സഹോദരന് ഇഷ്ടപ്പെടൽ. അല്ലെ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നരകത്തിൽ നിന്ന് അകറ്റി നിർത്തപ്പെടുവാനും സ്വർഗത്തിൽ പ്രവേശിക്കപ്പെടുവാനും ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവൻ അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നവരായിരിക്കെ അവരെ തേടി മരണം വരട്ടെ. തന്നിലേക്ക് വന്നെത്തിപ്പെടുവാൻ താൻ ആഗ്രഹിക്കുന്നതുമായിട്ട് അവൻ ജനങ്ങളിൽ ചെല്ലുകയും ചെയ്യട്ടെ. അല്ലെ? അതായത് പിന്നെ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം നമുക്ക് കിട്ടാൻ ഇഷ്ടപ്പെടുന്നത് തന്റെ സഹോദരനെ അല്ലെ കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കില്ല. അതേപോലെ പിന്നെ തനിക്ക് ഇഷ്ടപ്പെടുന്നത് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടൽ. അല്ലെ? ഇനി 8ാമത്തത് നരകത്തിൽ നിന്ന് മോചനമേകാൻ കാരണമാകുന്ന ദിക്റിനെ വർദ്ധിപ്പിക്കൽ. പിന്നെ അതില് ധാരാളം ദിക്റുകൾ ഉണ്ട്. അല്ലെ? അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ ഏറ്റവും ചെറുത് 3 വട്ടം ചൊല്ലല്. അല്ലെ? ഇത് അതേപോലെ സ്വർഗത്തിനോട് നമ്മൾ 3 വട്ടം ചോദിക്കലും നരകത്തിന് ശിക്ഷയിൽ നിന്ന് 3 വട്ടം കാവൽ തേടുന്നതും
ഈ ദിവസവും ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് സ്വർഗം ലഭിക്കുകയും നരകശിക്ഷയിൽ നിന്ന് മോചനം കിട്ടുകയും ചെയ്യും നമുക്കറിയാം. അതേപോലെ ധാരാളം പ്രഭാതത്തിലുള്ള ദിക്കറുകൾ അല്ലെ, അധികാറുകൾ, അതേപോലെ പ്രദോഷത്തിലുള്ള അധികാറുകൾ. അപ്പൊ അതിൽ പറയുന്നുണ്ടല്ലോ, അല്ലാഹുമ്മ ഇന്നി അസ്ബഹത്തു ഉഷ്ഹിദുക വ ഉഷ്ഹിദു ഹമലത അർശിക വ മലായികതക വ ജമീഅ ഖൽഖിക അന്നക അൻതല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അൻത വ അന്ന മുഹമ്മദൻ അബ്ദുക വ റസൂലുക. അല്ലെ, അത് 4 വട്ടം ചൊല്ലിയാല് പിന്നെ എന്താ അതിന്റെ അർത്ഥം? അള്ളാഹുവെ, ഞാൻ പ്രഭാതത്തിൽ പ്രവേശിച്ചു അല്ലെ, അല്ലാഹുമ്മ ഇന്നി അസ്ബഹ്തു അല്ലെ, എന്നിട്ട് എന്താ സാക്ഷ്യം വഹിക്കുന്നത്? ഞാൻ നിന്നെ സാക്ഷിയാക്കുന്നു. ഉഷ്ഹിദുക, എന്നിട്ട് എന്താ പറയുന്നത്? നിന്റെ അർഷിന്റെ വാഹകരെയും നിന്റെ മലക്കുകളെയും നിന്റെ സകല സൃഷ്ടികളെയും ഞാൻ സാക്ഷിയാക്കുന്നു. എന്താ അല്ലെ, വ ഉഷ്ഹിദു ഹമലത അർഷിക വ മലായികതക വ ജമീഅ ഖൽഖിക. എന്നിട്ട് എന്താ പറയുന്നത്? ഇങ്ങനെ സാക്ഷിയാക്കിയിട്ട് എന്താ പറയുന്നത്? അന്നക അൻതല്ലാഹ്, നിശ്ചയം നീ തന്നെയാകുന്നു അല്ലാഹു, ലാ ഇലാഹ ഇല്ലാ അൻത, യഥാർത്ഥ ആരാധനയ്ക്ക് അർഹനായിട്ട് നീ മാത്രമേ ഉള്ളൂ. വ അന്ന മുഹമ്മദൻ അബ്ദുക വ റസൂലുക, നിശ്ചയം മുഹമ്മദ് നബി നിന്റെ ദാസന് ദൂതനുമാകുന്നു. അള്ളാഹു ആ ദിനം അവന്റെ 4ൽ 1 ഭാഗം നരകത്തിൽ നിന്ന് മോചിപ്പിക്കും. ഇങ്ങനെ ഒരാൾ 1 വട്ടം ചൊല്ലിയാല്, ഒരാൾ ഇത് 2 തവണ പറഞ്ഞാൽ അവന്റെ പകുതി നരകത്തിൽ നിന്ന് മോചിപ്പിക്കും. ഒരാൾ ഇത് 3 തവണ പറഞ്ഞാൽ അവന്റെ 4ൽ 3 ഭാഗം നരകത്തിൽ നിന്ന് മോചിപ്പിക്കും. ഇനി ഒരാൾ 4 തവണ പറഞ്ഞാല് 4ൽ അല്ലെ, ആ ദിനം അള്ളാഹു അവനെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കും. അപ്പൊ ഇവിടെ എന്താണ് അല്ലെ, പ്രഭാതത്തിൽ ഈ 4 വട്ടം ഈ ഒരു ദിക്കർ ചൊല്ലിക്കഴിഞ്ഞാല് ആ വ്യക്തിയെ അള്ളാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നവരാണ്. അതേപോലെ തന്നെ വൈകുന്നേരം അല്ലെ, വൈകുന്നേരം ഈ ഒരു അപ്പൊ അവിടെ അസ്ബഹത്ത് വരെ എന്താ അംസയിത്തു അല്ലെ. അപ്പം പിന്നെ അതുപോലെ ഈ 4 വട്ടം അത് പ്രഭാതത്തിലെ പോലെ തന്നെ പ്രദോഷത്തിലും ചൊല്ലിക്കഴിഞ്ഞാൽ ആ വ്യക്തി അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ നിന്ന് മോചിപ്പിക്കും. അതുപോലെ അബൂ ഹുറൈറ റളിയല്ലാഹുവിൽ നിന്ന് അബൂ സഈദ് റളിയല്ലാഹുവിൽ നിന്ന് നിവേദനം ചെയ്തൊരു ഹദീസ്, അവർ 2 പേരും അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞതിന് സാക്ഷികളായി. ഒരു അടിമ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ അല്ലാഹു അസ്സ വജൽ പറയും, എന്റെ അടിമ സത്യം പറഞ്ഞു, ഞാനല്ലാതെ യഥാർത്ഥ ആരാധ്യനായിട്ട് മറ്റാരുമില്ല. ഞാൻ അക്ബർ അല്ലെ, വലിയവനാകുന്നു. അടിമ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു എന്ന് പറഞ്ഞാൽ അള്ളാഹു പറയും, എന്റെ അടിമ സത്യം പറഞ്ഞു, ഞാനല്ലാതെ യഥാർത്ഥ ആരാധ്യനായിട്ട് മറ്റാരുമില്ല, ഞാൻ ഏകനാണ്. അടിമ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ശരീക ലഹു എന്ന് പറഞ്ഞാൽ അല്ലാഹു പറയും, എന്റെ അടിമ സത്യം പറഞ്ഞു, ഞാനല്ലാതെ യഥാർത്ഥ ആരാധനയായിട്ട് മറ്റാരുമില്ല, എനിക്ക് യാതൊരു പങ്കുകാരും ഇല്ല അല്ലെ, ലാ ശരീക ലഹു എന്ന് പറയുമ്പോ. ഇനി അടിമ ലാ ഇലാഹ ഇല്ലല്ലാഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു എന്ന് പറഞ്ഞാൽ അല്ലാഹു പറയും, എന്റെ അടിമ സത്യം പറഞ്ഞു, ഞാനല്ലാതെ യഥാർത്ഥ ആരാധനയായിട്ട് മറ്റാരുമില്ല, എനിക്ക് മാത്രമാണ് രാജാധിപത്യവും സർവസ്തുതികളും. ഇനി അടിമ ലാ ഇലാഹ ഇല്ലല്ലാഹു വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹു പറയും, എന്റെ അടിമ സത്യം പറഞ്ഞു, ഞാനല്ലാതെ യഥാർത്ഥ ആരാധനയായിട്ട് മറ്റാരുമില്ല, ഒരു കഴിവും ചലനശക്തിയും എന്നെ കൊണ്ടല്ലാതെ ഇല്ല അല്ലെ. അദ്ദേഹം പറയുമായിരുന്നു, ആരെങ്കിലും തന്റെ രോഗാവസ്ഥയിൽ ഇത് പറയുകയും പിന്നീട് മരണപ്പെടുകയും ചെയ്താല് അയാളെ തീ തിന്നുകയില്ല അല്ലെ. എന്നാൽ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ അല്ലെ. പിന്നെ അപ്പം അതുപോലെ ആർക്കെങ്കിലും തന്റെ മരണ സന്ദർഭത്തിൽ പിന്നെ ഇത് ചൊല്ലുവാന് അല്ലെ പറ്റുകയാണെങ്കിൽ അയാളെ നരകം സ്പർശിക്കുകയില്ല. ഇനി 9ാമത് പറഞ്ഞ പെൺമക്കളെ സംരക്ഷിക്കലാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആൺമക്കളാൽ പരീക്ഷിക്കപ്പെടുന്നവൻ അവരെ നല്ല നിലയിൽ വളർത്തിയാൽ അവർ അവനെ നരകത്തിൽ നിന്ന് മറയാണ്. അതുപോലെ ആയിഷ റളിയല്ലാഹുവിൽ നിന്ന് നിവേദനം, അവര് പറഞ്ഞു, എന്റെ അടുക്കലേക്ക് ഒരു സാധു സ്ത്രീ തന്റെ 2 പെൺമക്കളെ വഹിച്ചുകൊണ്ട് വന്നു. ഞാൻ അവർക്ക് 3 കാരക്കകൾ തിന്നാൻ നൽകി. ആ ഉമ്മ 2 കുട്ടികൾക്ക് ഓരോ കാരക്കകൾ നൽകി. ഒരു കാരക്ക അവർ തിന്നുവാൻ തന്റെ വായിലേക്ക് ഉയർത്തി. അപ്പോൾ ആ 2 പെൺമക്കളും ഉമ്മയോട് ആ കാരക്ക അവർക്ക് തിന്നുവാൻ ചോദിച്ചു. അപ്പോൾ ആ ഉമ്മ തിന്നുവാൻ ഉദ്ദേശിച്ചല്ലേ, അവർക്ക് 3 കാരക്കയില് ഓരോ കാരക്ക വീതം ഓരോ പെൺകുട്ടികൾക്ക് കൊടുത്തു. ശേഷമുള്ളത് അവര് തിന്നാൻ അല്ലെ ഉദ്ദേശിച്ചപ്പം അതും കുട്ടികള് തിന്നുവാൻ വേണ്ടി ചോദിച്ചു. അപ്പൊ അതും വീതിച്ചു കൊടുത്തു അല്ലെ. അപ്പൊ ഇത് ആയിഷ റളിയല്ലാഹു അൻഹ
പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞപ്പോൾ പറഞ്ഞു, നിശ്ചയം അള്ളാഹു അവർക്ക് ആ കാരക്ക കൊണ്ട് സ്വർഗ്ഗം നിർബന്ധമാക്കി, അല്ലെങ്കിൽ അതിനെ കൊണ്ട് അള്ളാഹു അവരെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കും. പിന്നെ അതല്ലാതല്ലേ നല്ല പറയുന്നുണ്ട്, 2 പെൺമക്കളെ പിന്നെ 3 പെൺകുട്ടികളെ ഒരാൾ നല്ല രീതിയിൽ വളർത്തി വന്ന പിന്നെ അവർക്ക് സ്വർഗം ലഭിക്കുന്നില്ല അല്ലെ. അപ്പൊ ഒരു വ്യക്തി ചോദിക്കുന്നുണ്ട്, അപ്പൊ 2 പെൺകുട്ടികളല്ലേ, 2 പെൺകുട്ടികളായാലും പ്രശ്നമില്ല, പിന്നെ ഒരു പെൺകുട്ടിയാണെങ്കിലും അല്ലെ, അങ്ങനെ പറയുന്നത്. അപ്പൊ ഒരു പെൺകുട്ടിയെ നല്ല രീതിയിൽ വളർത്തി കൊണ്ടുവന്നാലും ഒരാൾക്ക് സ്വർഗം ലഭിക്കും. പിന്നെ 10 അള്ളാഹുവിനെ ഭയന്ന് കരയൽ. അള്ളാഹുവിനെ ഭയക്കുന്നവർക്ക് അവൻ ഒരുക്കിയത് സ്വർഗീയ ആരാമങ്ങളാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹുവിനെ ഭയന്ന് കരയുന്ന ഒരാൾ കറന്നെടുത്ത പാൽ അകിട്ടിൽ തിരിച്ച് പ്രവേശിക്കുന്നവരെ നരകത്തിൽ പ്രവേശിക്കുകയില്ല. അള്ളാഹുവിന്റെ മാർഗത്തിൽ പോരാടുമ്പോൾ മേൽ പറ്റിയ പടലങ്ങളും നരകത്തിന്റെ പുകയും ഒരുമിച്ച് കൂടുകയില്ല അല്ലെ. അപ്പൊ അവിടെ പറയുന്നത് എന്താ, കറന്നെടുത്ത പാൽ ഒരിക്കലും നമുക്ക് അകടിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ പറ്റൂല അല്ലെ. അതുപോലെ അള്ളാഹു സുബ്ഹാനഹു വതആലയെ കുറിച്ച് ആലോചിച്ച് ഒറ്റയ്ക്ക് ഇരുന്ന് കരയുന്നവന് അള്ളാഹ് ഒരിക്കലും പിന്നെ നരകത്തിലേക്ക് ഇടൂല അല്ലെ. പിന്നെ അതുപോലെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 3 കൂട്ടർ അവരുടെ കണ്ണുകൾ നരകം കാണുകയില്ല. ഒരു കണ്ണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ കാവൽ നിന്നു, ഒരു കണ്ണ് അള്ളാഹുവിനെ ഭയന്ന് കരഞ്ഞു, ഒരു കണ്ണ് അള്ളാഹു നിഷിദ്ധമാക്കിയവയിൽ നിന്ന് തടഞ്ഞു. അപ്പൊ ഈ 3 കൂട്ടരും എന്താ, നരകം അല്ലെ, നരകം കാണൂല എന്നാ പറഞ്ഞു. ഒന്ന് അള്ളാഹുവിന്റെ മാർഗത്തിൽ കാവൽ നിന്ന കണ്ണ് അല്ലെ, പിന്നെ ഒന്ന് അള്ളാഹുവിനെ ഓർത്ത് കരഞ്ഞ കണ്ണ്, പിന്നെ ഒരു കണ്ണ് അള്ളാഹു നിഷിദ്ധമായവയിൽ നിന്ന് അല്ലെ പിന്നെ തടഞ്ഞ് അല്ലെ നോക്കാതെ, അള്ളാഹ് നിഷിദ്ധമാക്കിയ കാഴ്ചകളിലേക്ക് നോക്കാതെ നിന്ന് കണ്ണും അതും. അപ്പം ഇൻഷാ അല്ലാഹ് 2 കാര്യങ്ങൾ പറഞ്ഞിട്ട് നിർത്തേ. പിന്നെ 11 അന്യരുടെ അഭിമാനം കാക്കല് അല്ലെ. പിന്നെ തന്റെ സഹോദരന്റെ അഭിമാനത്തെ ആരെങ്കിലും പ്രതിരോധിച്ചാൽ ഖിയാമത്ത് നാളിൽ അള്ളാഹു എന്റെ മുഖത്ത് നിന്നും നരകത്തെ തടഞ്ഞു. നമുക്കറിയാം അല്ലെ, സഹോദരന്റെ ന്യൂനത നമ്മൾ ഒളിപ്പിച്ചു വെച്ചാല്, പിന്നെ കുറവ് ഒളിപ്പിച്ചു വെച്ചാൽ അള്ളാഹ് നമ്മുടെ കുറവും അതുപോലെ മറയ്ക്കും. അതേപോലെ അല്ലെ അവരുടെ അഭിമാനം നമ്മൾ കാത്താല് നമ്മള് സ്വർഗത്തിൽ പോവും അല്ലെ, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ മേലെ നരകശിക്ഷ ഉണ്ടാവൂല. പിന്നെ ലോഹറിന്റെ സുന്നത്ത് നമസ്കാരം നിലനിർത്തിയാല് പിന്നെ അതും എന്താ, ലോഹറിന് മുമ്പ് അല്ലെ 4 റക്അത്ത്, ശേഷം 2 റക്അത്തും 4 റക്അത്തും നിത്യമായിട്ട് അനുഷ്ഠിക്കുകയാണെങ്കിൽ അവർക്ക് നരകം നിഷിദ്ധമാക്കുമെന്ന് പറയുന്നുണ്ട്. പിന്നെ മഹത്തുക്കളുടെ പ്രശംസ നേടൽ. അനസ് റളിയല്ലാഹു അൻഹു നിവേദനം, അവർ ഒരു ജനാസയുടെ അരികിലൂടെ നടന്നു. ആ ജനാസയെ കുറിച്ച് അവർ പുകഴ്ത്തി പറയുകയും ചെയ്തു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അനിവാര്യമായി. പിന്നീട് അവർ മറ്റൊരു ജനാസയുടെ അരികിലേക്ക് നടന്നു. അപ്പോൾ അവർ അതിനെ ഇകഴ്ത്തി പറഞ്ഞു. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അനിവാര്യമായി. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്താണ് അനിവാര്യമായത്? അദ്ദേഹം പറഞ്ഞു, ഈ ജനാസയെ നിങ്ങൾ പുകഴ്ത്തി, അതിനാൽ അയാൾക്ക് സ്വർഗം അനിവാര്യമായി. മറ്റേ ജനാസയെ നിങ്ങൾ ഇകഴ്ത്തി പറഞ്ഞു, അതിനാൽ അയാൾക്ക് നരകം അനിവാര്യമായി. നിങ്ങൾ ഭൂമിയിൽ അള്ളാഹുവിന്റെ സാക്ഷികളാണ്. ബുഖാരി അല്ലെ. നമ്മള് ഒരു 4 പേര് ആ ഒരു മനുഷ്യനെ കുറിച്ച് നല്ലത് പറയുകയാണെങ്കിൽ എന്ന് പറയുന്നുണ്ട് അല്ലെ. ഒരു വ്യക്തിയെ കുറിച്ച് മരിച്ചതിന് ശേഷം നല്ലത് മാത്രമേ ആൾക്കാർക്ക് പറയാനുള്ളെങ്കിൽ അവര് സ്വർഗത്തിലായിരിക്കുന്നു എന്ന്. അതേപോലെ അവരെ കുറിച്ച് ദുഷിച്ച് കുറച്ച് പേര് പറയുകയാണെങ്കിൽ അത് എന്താ, നിങ്ങൾ ഭൂമിയിൽ അള്ളാഹുവിന്റെ സാക്ഷികളാന്നാ പറയുന്നത് അല്ലെ. അപ്പൊ അവർക്ക് നരകം അനിവാര്യമാണെന്ന് പറയുന്ന ഒരു ഹദീസുണ്ട്. പിന്നെ 14 നരകത്തിൽ നിന്ന് രക്ഷ തേടൽ. നമുക്കറിയാം ഈ പറഞ്ഞ പോലെ ധാരാളം ദിക്റും ദുആകളും ഉണ്ട് അല്ലെ. പിന്നെ സൂറത്ത് ഫുർഖാനില് 65-66 ആയത്തില് റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹ കാന ഗറാമ ഇന്നഹ സഅത് മുസ്തഖറ വ മുഖാമ അല്ലെ. ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളിൽ നിന്ന് നരക ശിക്ഷ നീ ഒഴിവാക്കി തരയണമേ. തീർച്ചയായും അതിലെ ശിക്ഷ വിട്ടൊഴിയാത്ത വിപത്താകുന്നു. തീർച്ചയായും നരകം ചീത്തയ ഒരു താവളവും പാർപ്പിടവും തന്നെയാകുന്നു. അതേപോലെ പിന്നെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിശ്ചയമായും അള്ളാഹുവിന്റെ വഴികളിൽ ചുറ്റി സഞ്ചരിക്കുന്ന മലക്കുകളുണ്ട്. അവർ ദിക്ർ എടുക്കുന്നവരെ അന്വേഷിക്കും. ദിക്ർ എടുക്കുന്ന ഒരു വിഭാഗത്തെ കണ്ടാൽ അവർ പരസ്പരം വിളിച്ചുകൊണ്ട് പറയും, നിങ്ങളുടെ ആവശ്യത്തിലേക്ക് വന്നാലും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവർ മലക്കുകൾ ഭൗമാന്തരീക്ഷത്തിലൂടെ അടുത്ത ആകാശം വരെ ഇവരെ തങ്ങളുടെ ചിറകുകൾ കൊണ്ട് പൊതിഞ്ഞു നിൽക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അപ്പോൾ അവരുടെ രക്ഷിതാവ് അവരോട് ചോദിക്കും, പിന്നെ എന്റെ ദാസന്മാർ എന്താണ് പറയുന്നത്? മലക്കുകൾ പറയും അവർ ഏതൊന്നിൽ നിന്നാണ് അഭയം നേടുന്നത്? അവര് പറയും നരകത്തിൽ നിന്ന്. അള്ളാഹു പറയും നരകം അവർ കണ്ടിട്ടുണ്ട്. അവർ പറയും അള്ളാഹു ആണ് സത്യം, രക്ഷിതാവേ ഇല്ല, അവർ കണ്ടിട്ടില്ല. അള്ളാഹു പറയും അത് നരകം കണ്ടിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കും? അവർ അത് കണ്ടിരുന്നെങ്കിൽ അതിൽ നിന്ന്
അവർ കൂടുതൽ ഓടി അകലുമായിരുന്നു, വല്ലാതെ അതിനെ ഭയക്കുമായിരുന്നു. അള്ളാഹു പറയും, മലക്കുകളെ നിങ്ങളെ ഞാൻ സാക്ഷികളാക്കുന്നു, ഞാൻ അവർക്ക് പുറത്തു ഒരുക്കൊണ്ടിരിക്കുന്നു. അല്ലെ, അപ്പം ഇത് മലക്കുകൾ സാക്ഷി പറയാണ്. അവരോട് അള്ളാഹു ചോദിക്കില്ലേ, എന്തിൽ നിന്നാണ് അവർ കാവൽ ചോദിക്കുന്നത് ചോദിക്കുമ്പോൾ നരകത്തിൽ നിന്നാണ് അവർ നിന്നോട് കാവൽ തേടുന്നതെന്ന് പറയുമ്പോൾ പറയും, അവർ നരകം കണ്ടിട്ടുണ്ടോ? അല്ലെ, അവര് കണ്ടിട്ടില്ല രക്ഷിതാവേ എന്ന് പറയും കണ്ടിരുന്നെങ്കിൽ എന്തായിരിക്കും സ്ഥിതി എന്ന് ചോദിക്കുമ്പോൾ അവർ കൂടുതൽ ശ്രദ്ധിക്കുമായിരുന്നു, അല്ലെങ്കിൽ കൂടുതലും അതിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടി നിന്നോട് അടുക്കുമായിരുന്നു പറയുമ്പോൾ അല്ലെ, അവരെന്തിനു വേണ്ടിയിട്ടാണ് തേടുന്നത് അത് അവർക്ക് നൽകി, അല്ലെ, അവർക്ക് പുറത്തു കൊടുത്തിരിക്കുന്നതെന്ന് പറയും. അതേപോലെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ അള്ളാഹുവിനോട് 3 തവണ സ്വർഗം ചോദിച്ചാൽ സ്വർഗം പറയും, അള്ളാഹുവെ ഇയാളെ നീ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണമേ. ഒരാൾ അള്ളാഹുവിനോട് 3 തവണ നരകത്തിൽ നിന്ന് രക്ഷ തേടിയാൽ നരകം പറയും, അള്ളാഹുവെ ഇയാൾക്ക് നീ നരകത്തിൽ നിന്ന് രക്ഷ തേടാം. നമ്മൾ പറഞ്ഞു അല്ലെ, പിന്നെ നമ്മളെന്നും 3 തവണ സ്വർഗത്തിൽ നിന്ന് അത് പതിവാക്കണം, അല്ലെ, പതിവാക്കാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകട്ടെ. അപ്പൊ 1-2 ദിവസം പറഞ്ഞാൽ പോലെ, എപ്പോഴെങ്കിലും പറഞ്ഞാൽ പോലെ ദിവസം നമ്മൾ പറയണം, അല്ലെ. 3 വട്ടം സ്വർഗത്തെ ചോദിച്ചിട്ടും 3 വട്ടം നരകശിക്ഷയിൽ നിന്ന് കാവലും നമ്മൾ തേടണം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സദാ പ്രാർത്ഥിക്കാറുള്ളതായിട്ട് ഹദീസുകൾ ഇപ്രകാരം വന്നിരിക്കുന്നു: അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ വമിൻ അദാബിൻ നാർ വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാതി വമിൻ ഷർരി ഫിത്നത്തിൽ മസീഹി ദജ്ജാൽ. അള്ളാഹുവെ ഖബർ ശിക്ഷയിൽ നിന്നും നരകശിക്ഷയിൽ നിന്നും ജീവിതത്തിലും മരണത്തിലും ഉണ്ടാകുന്ന പരീക്ഷണങ്ങളിൽ നിന്നും മസീഹു ദജ്ജാലിന്റെ പരീക്ഷണക്കെടുതിയിൽ നിന്നും ഞാൻ നിന്നിൽ അഭയം തേടുന്നു. അല്ലെ, അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് സദാസമയം നരകത്തിൽ നിന്ന് രക്ഷ തേടുക. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ആമീൻ. അപ്പം ഈ ഒരു ഭാഗം കഴിയാണ് കേട്ടോ. ഇതോടുകൂടി നരകം എന്നുള്ള ആ ഒരു സെക്ഷൻ അത് കഴിഞ്ഞിരിക്കുന്നതാണ് കേട്ടോ. അപ്പം വാഹിറു ദഅവാന അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.